കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറി ഇന്നുള്ളത് തോട്ടടയിലാണ്. കണ്ണൂർ SN കോളേജിന് സമീപത്തുള്ള ഡോക്ടർ താഹിർ എടപ്പകത്തിൻ്റെ വീട്ടിലാണ്. അപ്പോൾ സാധാരണ നമ്മൾ സക്സസ് സ്റ്റോറിയിൽ കടന്നു വരാറുള്ളത് ഭൗതിക ലോകത്തെ വലിയ മുന്നേറ്റങ്ങൾക്ക് സാമ്പത്തികവും മറ്റു രീതിയിലുള്ള മുന്നേറ്റങ്ങളിൽ ഒത്തിരി മനുഷ്യർ കടന്നു വന്നിട്ടുണ്ട്. ഡോക്ടർമാർ, IAS, IPS, രാഷ്ട്രീയക്കാർ. ഇതൊരു വെറൈറ്റി മനുഷ്യനാണ് ഇത്തവണ കടന്നു വരുന്നത്. വടക്കേ മലബാറിലെ ഏക പാരാസൈക്കോളജിസ്റ്റ്. ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലമായി അദ്ദേഹം സൈക്കോളജി കൗൺസിലിംഗ് നടത്തി വരുന്നു. നമുക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ സൈക്കിക് റിസർച്ച് സെൻ്ററിൻ്റെ ചെയർമാൻ കൂടിയായിരുന്ന ഇദ്ദേഹത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ സാധാരണ മനുഷ്യരൊക്കെ ഒരു ചിട്ടപ്പടി ജീവിതം നയിക്കുന്നവരാണ്. വിശ്വാസികളാണ് മലയാളികളിൽ ഭൂരിഭാഗം ആളുകളും. അപ്പോൾ ഒരു ദൈവം നിശ്ചയിച്ച പല മതങ്ങളും പല തലത്തിലൂടെ മനുഷ്യനെ ഇങ്ങനെ കൊണ്ടു നടക്കും. ഒരു നിശ്ചിത ഭ്രമണ പദത്തിൽ ഈ ഗ്രഹങ്ങളൊക്കെ സഞ്ചരിക്കുന്നത് പോലെ മനുഷ്യനും ഒന്നിൽ തുടങ്ങി അത് കൃത്യമായ ഒരു ചട്ടപ്പടി ജീവിതമായി പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും പല ഘട്ടങ്ങളിലൂടെയും ഇങ്ങനെ കടന്ന് ദൈവത്തിലേക്ക് എത്താനുള്ള ഒരു ശ്രമം മനുഷ്യർ പൊതുവെ നടത്തി വരുന്നു. അതാണ് ഒരു ശരാശരി മനുഷ്യൻ്റെ ചിന്താബോധം. അതിനപ്പുറത്തേക്ക് ചിലർ ചിന്തിക്കുന്നു. നമ്മൾ ഈ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞുള്ള നാട്ടിൽ മുഴുവൻ നമ്മൾ കേട്ടിട്ടുണ്ട്. പാരാസൈക്കോളജി എന്താണത്? ആത്മീയവും ഭൗതികവുമായിട്ടുള്ള കുറേ ഘടകങ്ങൾ ഒത്തുചേരുന്ന ഒരു ശാസ്ത്രശാഖ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ആത്മാവ്, പിശാച്, പ്രേതം, അങ്ങനെ കുറേ ഘടകങ്ങളൊക്കെ ഇതിനകത്ത് കടന്നു വരും. അപ്പോൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ താഹിർ എടപ്പകത്തിനെ പോലുള്ള ഒരാൾ ഇത്തരം മേഖലകളിൽ റിസർച്ച് നടത്തുന്നു, പഠിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ മനുഷ്യൻ രൂപപ്പെട്ടത്? 30 വർഷം ഒരാൾ ഈ സൈക്കോളജി കൗൺസിലിംഗ് നടത്തുന്ന ചെറിയ കാര്യമല്ല. 3 പതിറ്റാണ്ട് കാലം 100 കണക്കിന് ആളുകൾക്ക് ആശ്രയ കേന്ദ്രമായി മാറിയ താഹിർ എടപ്പകത്ത് എന്ന ഡോക്ടർ താഹിർ രൂപപ്പെട്ടത് എങ്ങനെ? അദ്ദേഹം കടന്നു വന്ന വഴികളെന്ത്? പ്രേതമെന്ത്? മനുഷ്യൻ്റെ ഉപബോധ മനസ്സിൽ രൂപം കൊള്ളുന്ന ഒത്തിരി ചിന്തകളിലേക്കുള്ള ഒരു യാത്രയാണ് സക്സസ് സ്റ്റോറി ഈ എപ്പിസോഡിൽ നടക്കുന്നത്. പ്രേക്ഷകർക്കും ഒപ്പം ഡോക്ടർ താഹിർ എടപ്പകത്തിനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് ഡോക്ടറെ വിശേഷങ്ങൾ? വിശേഷമേ ഉള്ളൂ അല്ലേ? എൻ്റെ ഒരു ആദ്യം തന്നെ താങ്കളെ ഒന്ന് അറിയുക എന്നുള്ളത്, ആരാണ് ഈ താഹിർ എടപ്പകത്ത്? ഒത്തിരി പ്രഗത്ഭരായ മനുഷ്യർക്കൊപ്പം സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. അലക്സാണ്ടർ ജേക്കബ്, അതുപോലെ തന്നെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, KK ശൈല ടീച്ചർ ഉൾപ്പെടെ ഒത്തിരി ചെറുതും വലുതുമായ ഒത്തിരി മനുഷ്യർക്കൊപ്പം, ചെറുപ്പ വലിപ്പം അതിനകത്ത് പറയേണ്ടതില്ല, മനുഷ്യൻ്റെ മാനസിക വലിപ്പം അതിനകത്ത് കാണാം നമുക്ക്. താങ്കൾ എവിടെയാണ് ജനിച്ചത്? ഞാൻ ജനിച്ചത് കണ്ണൂർ സിറ്റിയാണ്. കണ്ണൂർ സിറ്റി. മാതാവ് കണ്ണൂർ സിറ്റിയാണ്. എന്താ പേര്? ആയിഷ. ഫാദർ ആദികടലായി. എന്താ വീട്ടുപേര് പറയാ? ഒരു കുടുംബനാമൊക്കെ ഉണ്ടല്ലോ, ഉണ്ടാവുമല്ലോ. എടപ്പകത്ത് തന്നെയാണ്. എടപ്പകത്ത് തന്നെ. നിങ്ങൾ എത്ര മക്കളായിരുന്നു? നമ്മൾ 9 പേരാണ്. 9 പേര് ഉണ്ടായിരുന്നു. 2 പേര് മരിച്ചു. 2 പേര് മരിച്ചു. മൂത്ത 2 പേര് ചൈൽഡ്ഹുഡിൽ തന്നെ മരിച്ചു. ബാക്കി 7 പേര് ലൈവായി. ഇല്ല. അതിനുശേഷം പിന്നെ സിസ്റ്റർ മരിച്ചു. പിന്നെ ഒരു ബ്രദർ മരിച്ചു. ഇപ്പൊ ലൈവായിട്ട് 5 പേരാണുള്ളത്. 5 പേര്. അവരെന്തൊക്കെ ചെയ്യുന്നു? 5 പേരും വ്യത്യസ്ത മേഖലയിലാണുള്ളത്. ഏതൊക്കെ മേഖലകളിലാണ് ഉള്ളത്? കാരണം താങ്കൾ ഈ വ്യത്യസ്ത മേഖലയിൽ സഞ്ചരിക്കുന്ന പോലെ സഹോദരങ്ങളും വേറെ വ്യത്യസ്ത ഓരോരുത്തരോടായിരിക്കും. ആഷിം ഈ ഇതിന്റെ സൂഫിസത്തിന്റെ വക്താവാണ്. 10-20 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. സൂഫിസത്തിന്റെ വക്താവാണ്. അദ്ദേഹം സൂഫിയല്ല എങ്കിൽ പോലും സൂഫിസത്തെ പറ്റി കൂടുതൽ അവഗാഹം പഠിച്ച ആളാണ്. രണ്ടാമത്തെ ആള് ബിസിനസ്സുകാരൻ എല്ലാം ഇതായിരുന്നു. പിന്നെ ലാസ്റ്റ് ബ്രദറാണ് EM അഷറഫ്, മാധ്യമപ്രവർത്തകൻ. അതാണ് ലാസ്റ്റ് ബ്രദർ. എങ്ങനെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്? അതെ അതെ. താങ്കൾ പഠിച്ചതൊക്കെ എവിടെയാണ്? പഠിച്ചത് കടലായി ആയിരുന്നു. എവിടെ വരെ? സ്കൂൾ വിദ്യാഭ്യാസം 5ാം ക്ലാസ് വരെ. ആ സ്കൂൾ കാലഘട്ടമൊക്കെ ഒന്ന് ഓർക്കാൻ പറ്റുമോ? കടലായി വളരെ പ്രശസ്തമായ ഒരു പ്രദേശമാണ്. ഗ്രാമീണമായ അന്തരീക്ഷവും മനോഹരമായ ചുറ്റുപാടുകളുണ്ട്. ജീവിതം. പിതാവിന് എന്തായിരുന്നു ജോലി? പിതാവ് അവിടെ നേരത്തെ ഒരു ഭൂവുടമയായിരുന്നു. സമ്പന്ന കുടുംബത്തെ പറഞ്ഞു. എടപ്പകത്ത് കുടുംബം എന്ന് പറഞ്ഞാൽ ഈ എടപ്പകത്ത് ഒരു ഹൈക്കോടതി ജഡ്ജൊക്കെ ഇല്ല, അതെല്ലാം താങ്കളുടെ കുടുംബമാണോ? അതെ, കുടുംബം. ആരായിട്ട് വരും അദ്ദേഹം? എൻ്റെ ഫാമിലിപ്പെട്ട ആളാണ്. പിന്നെ E. അഹമ്മദ്.
അതും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അത് ഈ എടപ്പകത്ത്. എടപ്പകത്താണ് ഈ അഹമ്മദ് എടപ്പകത്താണ് അതെ, മറ്റു കൗസർ എടപ്പകത്തും എടപ്പകത്ത് തന്നെയാണ്. എല്ലാം എല്ലാവരും എടപ്പകത്ത് തന്നെയാണ്. അപ്പൊ എടപ്പകത്ത് കുടുംബത്തിൽ അപ്പൊ കേന്ദ്രമന്ത്രി ദീർഘകാലം വിദേശകാര്യമന്ത്രിയായിരുന്ന ഇ അഹമ്മദ്, മാധ്യമ പ്രവർത്തകൻ, സൂഫിസത്തെ കുറിച്ച് റിസർച്ച് നടത്തുന്ന ആള്, പിന്നെ താങ്കളെപ്പോലുള്ള ആത്മാവിനൊപ്പം സഞ്ചരിക്കുന്ന മനുഷ്യൻ, അങ്ങനെ വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകൾ താങ്കളുടെ ഈ കുടുംബത്തിലുണ്ട്. അപ്പൊ 5ാം ക്ലാസ് വരെ അവിടെ പഠിക്കുന്നു. അതിനുശേഷം അതിന് ഇവിടെ പിന്നെ തയ്യൽ അവിടെയാണോ ഹൈസ്കൂളിൽ പോകുന്നത്? അല്ല, ഹൈസ്കൂൾ മുനിസിപ്പൽ ഹൈസ്കൂളായിരുന്നു. മുനിസിപ്പൽ ഹൈസ്കൂൾ 3 സ്കൂളുകളിലായിട്ടാണ് പ്രാഥമിക വിദ്യാഭ്യാസം. അതെ. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ താങ്കളുടെ സ്വപ്നം എന്തായിരുന്നു? എന്താകണമെന്നാണ് താങ്കൾ ആഗ്രഹിച്ചിരുന്നത്? ഞാൻ നേരത്തെ ഒരു വ്യത്യസ്തമായ ചിന്താഗതിക്കാരനായിരുന്നു. എന്താണ് സ്കൂൾ കാലഘട്ടത്തിലെ താങ്കളുടെ വ്യത്യസ്തമായ ചിന്തകൾ എന്തൊക്കെയായിരുന്നു? ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ എപ്പോഴും അഗാധമായി ചിന്തിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഏത് മേഖലയിലായിരുന്നു ആ അങ്ങനെ കാലഘട്ടത്തിൽ? പ്രത്യേകിച്ചൊരു മേഖല ഒന്നും ഇല്ലായിരുന്നു. താങ്കൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ച മേഖല ഏതാണ്? എല്ലാ മേഖലയിലും നടക്കുമെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല ഉണ്ടാവുമല്ലോ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സ്കൂൾ പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ? സാഹിത്യത്തിലായിരുന്നു പറഞ്ഞത്. സാഹിത്യത്തിൽ എന്തായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാരായിരുന്നു? അന്ന് ചങ്ങമ്പുഴ കവിതകളായിരുന്നു ഞാൻ കൂടുതൽ. ചങ്ങമ്പുഴ കവിയാണ്. കവികളാണ് ഇഷ്ടം. ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത ഏതാണ്? അത് ചങ്ങമ്പുഴയുടെ. ചങ്ങമ്പുഴ ഏത് കവിതയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? രമണൻ അറിയാലോ. നല്ല 4 വരി പാടാൻ അറിയോ? അത് ഇല്ല, മനസ്സിലുണ്ടോ? ചെറിയ രൂപത്തിൽ മനസ്സിലുണ്ട്. എന്നാ പാടിക്കൂടെ 4 വരി? ഓർമ്മ വരണ്ടേ? പഴയ കാലം ചങ്ങമ്പുഴയൊക്കെ ഇന്നത്തെ തലമുറക്ക് ഓർമ്മ തന്നെ ഉണ്ടാവില്ല, അറിയത്തില്ല. കാനനച്ചോട്ടിൽ ആട് മേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. അതൊരു മനോഹരമായ പാടില്ല നമ്മെ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തു കൂടാ. ഇത് എന്നെ ആകർഷിച്ചായിരുന്നു. അത് ആകർഷിക്കുകയുള്ളൂ. കാരണം ആ ചങ്ങമ്പുഴ അല്ല, ഈ രമണൻ തൻ്റെ കാമുകിയോട് പറയാണ്, നീ എൻ്റെ കൂടെ വരണ്ട, കാരണം നിന്നെ എഫോർട്ട് ചെയ്യാൻ എനിക്ക് കഴിവില്ല, അപ്പം നിൻ്റെ ഭാവി ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല, എൻ്റെ കൂടെ വരണ്ട. ഇത് ഇപ്പോഴാണ് എനിക്ക് ആലോചിക്കുമ്പോഴുണ്ടാകുന്നത്. ഇപ്പം പ്രണയത്തിൻ്റെ നാട്യം നടിക്കുക, കടന്നുപോയ കാലമായതുകൊണ്ട് ആ പഴയത് നമ്മൾ അനുസ്മരിക്കുന്നത്. ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബമായിരുന്നില്ലേ താങ്കളുടേത്? അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. ഉപ്പക്ക് എന്താണ്? ഉപ്പ എന്തായിരുന്നു? ഉപ്പയിൽ താങ്കൾ കണ്ട റോൾ എന്താണ്? റോൾ മോഡൽ ആകുന്നുണ്ടോ? ഉപ്പ എവിടെയാണ്? എങ്ങനെയാ? റോൾ മോഡൽ അല്ല. ഉമ്മയും റോൾ മോഡലല്ല. കാരണം ഉപ്പ വലിയൊരു ഭൂവുടമയുടെ മകനായിരുന്നു. അപ്പോൾ ഉപ്പയുടെ ഫാദറിനെ അറിയില്ലായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ ജോലി ചെയ്തിട്ടില്ല. ഉള്ള ധാരാളം സ്വത്ത് ജോലി ചെയ്തിട്ടില്ല. ഇല്ല, ഇഷ്ടംപോലെ സ്വത്ത് ഉണ്ടായിരുന്നു. ആ സ്വത്ത് നോക്കി നടത്തലാണ് വിൽക്കലും. അത് വിറ്റ് അതുകൊണ്ട് സുഖമായി ജീവിക്കുമായിരുന്നു. റോൾ മോഡലായി മാറുന്നില്ല. ഉമ്മ എടപ്പകത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു റോയൽ ഫാമിലി ആയിരുന്നു. ഉപ്പാന്റെ വീട്ടുപേരെന്താന്ന് പറഞ്ഞിരുന്നത്? കരേറാട്ട്. അത് കരേറാട്ടും എടപ്പകത്തും. എടപ്പകത്ത് 2 സമ്പന്ന കുടുംബങ്ങളാണ്. സമ്പന്ന കുടുംബങ്ങളാണ്. അപ്പൊ പിന്നെ ആ ഒരു ആർജവം വന്നേ ഉണ്ട്. സമ്പത്തിന്റെ ഒരു കരുത്തുണ്ട്. ഉണ്ട്. അപ്പൊ പ്രാഥമിക വിദ്യാഭ്യാസ കാലത്തൊന്നും വേറെ പ്രതിസന്ധികളൊന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. എന്നെ സ്നേഹിച്ചെല്ലാം പോവാ. അതെ, എന്നെ സംബന്ധിച്ചുള്ളത്. പക്ഷെ എൻ്റെ ബ്രദേഴ്സ് അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അവരെ എഫേർട്സ് ഒക്കെ ഞാൻ എടുക്കേണ്ടി വന്നു ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതായിരുന്നു എൻ്റെ പ്രാഥമികമായ വിദ്യാഭ്യാസം. ഈ സ്കൂൾ കാലഘട്ടത്തിലെ ഇപ്പൊ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന ആ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11ാം ക്ലാസ്സാണ്. 11ാം ക്ലാസ് വരെ പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ മതപഠനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു മതപഠനം നടത്തിയിട്ടില്ല. എന്തുകൊണ്ട്? കാരണം നമ്മൾ ഈ അഹമ്മദിയ വിഭാഗം എന്ന് പറഞ്ഞൊരു സെക്ട് ഉണ്ട്. അത് വളരെയധികം മുസ്ലിം ലോകം മുഴുവൻ അവോയ്ഡ് ചെയ്ത, നിഗ്ലക്ട് ചെയ്തൊരു ഇതായിരുന്നു. മുസ്ലിം സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട വിഭാഗമാണ്. പറഞ്ഞാൽ അതിൽ ഏറ്റവും അധികം ത്യാഗം സഹിക്കേണ്ട ഒരു സമുദായം. എന്താണ് ഈ അഹമ്മദിയ വിഭാഗത്തിന്റെ പോളിസി? എന്താണ് അവരെന്താണ് ഈ അഹമ്മദിയ വിഭാഗം എന്ന് പറഞ്ഞത്? കാരണം നമ്മൾ പൊതുവെ കേൾക്കുന്നത് ഷിയ സുന്നി 2 വിഭാഗങ്ങളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സുന്നികളായിരുന്നു. ഇപ്പൊ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി ഇങ്ങനെല്ലാം വന്നിട്ടുണ്ട്. ഈ അഹമ്മദിയ വിഭാഗം എന്ന് പറഞ്ഞാൽ ആര്, എവിടുന്ന്, എപ്പോൾ, എങ്ങനെ തുടങ്ങിയ വിഭാഗമാണത്? 19ാം നൂറ്റാണ്ടിൽ ഈ പഞ്ചാബിലുള്ള കാദിയാൻ എന്നൊരു സ്ഥലത്ത് മിർസ അഹമ്മദ് എന്ന് പറഞ്ഞൊരു വ്യക്തിത്വം. പഞ്ചാബിലാണ് തുടക്കം. അത് കാദിയാൻ എന്ന് പറഞ്ഞ സ്ഥലം. അത് കാദിയാൻ എന്ന പ്രദേശം. കാദിയാനികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ അഹമ്മദിയരും കാദിയാനികളും ഒന്നാണ്. അത് അഹമ്മദികൾ എന്ന് പറഞ്ഞാൽ അഹമ്മദിന്റെ പേരിലുള്ള ഇത്. അത് കാദിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശമായിട്ട് ബന്ധപ്പെട്ടത്. അങ്ങനെയാണല്ലേ? അത്രേ ഉള്ളൂ. അല്ലാതെ മുസ്ലിങ്ങളാണ് ശരിക്കും. അതെ, മിർസ ഗുലാം അഹമ്മദാണ്. അപ്പൊ പഞ്ചാബാണ് നിങ്ങളുടെ പൂർവികർ. അതെ. അവിടുത്തെ പറിച്ചു കിടപ്പെടുന്നതാണ്. നിങ്ങൾ എത്ര തലമുറ മുമ്പ് കണ്ണൂർ എത്തിയിട്ടുണ്ടാവും? ഏകദേശം ആ കാലഘട്ടം സമകാലികത്തിന് എൻ്റെ ഫാദർ ചെയ്തിട്ടുണ്ട്. 100 വർഷം മുമ്പ്. ഫാദറിന്റെ ഫാദറാണോ ഇവിടെ വന്നത്? അല്ല, ഫാദർ തന്നെ ആണ്. പുള്ളി ഇതേമാതിരി തന്നെ ഒരു കുറച്ച് റേഷണലിസ്റ്റ് ചിന്താഗതിയായിരുന്നു. അപ്പം അങ്ങനെ അത് ആകർഷിക്കപ്പെട്ടു. അപ്പോൾ ഇത് മുസ്ലിങ്ങളെ മുഴുവൻ ഇതിനെ ബഹിഷ്കരിച്ചു. ഇത് പുതിയ നബിയാണ്,
ഇനി പ്രോഫറ്റ് ഇനി വരാൻ പാടില്ല എന്നുള്ളതാണ് മുസ്ലിം ലോകം ഇന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ പിന്നെ ഈ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ഒരു റിഫോമറാണ്. മുഹമ്മദിന് ശേഷം വരാൻ അല്ല, പാടില്ല. പരിശുദ്ധ ഈ മുസ്ലിം സമുദായത്തിലെ അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് അതെ, നബി. അത് ഇപ്പോഴും ആ വിശ്വാസം. ആ വിശ്വാസമാണ്. അതിനപ്പുറം ഒരാളാണ് അഹമ്മദിയ. അതെ, അപ്പൊ ഈ 5 നേരം നമസ്കാരം ഒന്നും ഫോളോ ചെയ്യില്ല. അതിലുള്ള ഖുർആൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഖുർആൻ തന്നെ 100% ഖുർആൻ ഫോളോ അല്ല, ചെയ്യും. ഖുറാനിലാവുമ്പോ മുഹമ്മദ് നബി അല്ലേ അതിനകത്ത് അവസാന വാക്കായിട്ട് പറയുന്നത്? അതിന് അന്ത്യപ്രവാചകം എന്ന് പറഞ്ഞാൽ ഇന്റർപ്രിട്ടേഷൻ കൊടുത്താലേ കുഴപ്പം. അല്ല, ഈ പ്രസംഗം തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുക എന്നാണ്. ഓക്കെ, അല്ലേ? ഖുറാൻ ബേസിയും അങ്ങനെ പറയണ്ടേ? തീർച്ചയായിട്ടും അങ്ങനെ വിശ്വസിക്കുന്ന ഇപ്പോഴും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ 100%. അപ്പൊ ഈ മുഹമ്മദിന് ശേഷം വേറെ ആൾ വരുന്നു. അത് ഖുർആന്റെ അടിസ്ഥാനത്തിൽ വരാണ്ടെന്ന് പറയുന്നതാണ്. ഖുർആന്റെ ബേസിലാണ് ഇനിയും പ്രവാചകന്മാർ വരാമെന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാവുന്നത്. അത് അതിനകത്തുണ്ട്. അത് അവർ ഈ അന്ത്യപ്രവാചകൻ എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അതിന് ഖാത്തമുൻ നബി എന്നാണ് ഇവർ അറബി ഭാഷയിലുള്ളത്. ഖാത്തം എന്ന് പറഞ്ഞാൽ അന്ത്യം എന്നുള്ള അർത്ഥം ഇല്ല. അപ്പൊ മുഹമ്മദ് നബി അന്ത്യപ്രവാചകൻ അല്ല എന്ന് താങ്കൾ വിശ്വസിക്കുന്നു? ആണ്. എന്റെ ഫാദർ അതിനത് വിശ്വസിച്ചത്. അതിന്റെ അന്ത്യപ്രവാചകൻ അല്ല. അതെ അല്ല എന്നാണ് പറയുന്നത്. അതെ. ആണെന്നാണോ? അല്ല. മുഹമ്മദ് നബി അന്ത്യപ്രവാചകനല്ല എന്ന് വിശ്വസിക്കുന്ന സമൂഹത്തിലാണ് താങ്കളുള്ളത്. താങ്കളും താങ്കളുടെ പിതാവും ഉള്ളത്. വളരെ കോൺട്രവേഴ്സിയുള്ള സാധനമാണ് അതിനകത്ത്. അതുകൊണ്ട് ഒത്തിരി തൊട്ടുകൂടാ. കാരണം മതം എന്ന് പറയുന്ന ഒരു പൊള്ളുന്ന സാധനമാണ്. അപ്പൊ നമുക്ക് തിരിച്ച് താഹിർ അടുപ്പത്തിലേക്ക് പോവാം. കാരണം മറ്റത് കുറച്ച് കൈകൊള്ളുന്ന കേസാണ്. കാരണം നമുക്ക് ജോസഫ് സാറിനേക്ക് ഓർമ്മ വരും അന്നേരം. അതുകൊണ്ട് അത് ഞാനും ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. ഞാൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ സുഹൃത്ത് ഡോക്ടർ താഹിർ അടപ്പകത്ത് മുഹമ്മദ് നബി അന്ത്യപ്രവാചകനല്ല എന്ന് വിശ്വസിക്കുന്ന അഹമ്മദീയ വിഭാഗത്തിൽപ്പെട്ട ഒരു വിശ്വാസിയാണ്. യഥാർത്ഥത്തിൽ താങ്കൾ ഇസ്ലാം മത വിശ്വാസിയാണോ, അഹമ്മദീയ വിശ്വാസിയാണോ, അവിശ്വാസിയാണോ? ഇസ്ലാം മതമല്ല എന്നുള്ളതാണ് ആദ്യത്തെ വിശ്വാസം. എന്താണ് ഇസ്ലാം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ജീവിതശൈലിയാണ്. അതായത് സമാധാനത്തിന്റെ വഴി. ഒരു സംസ്കാരം മാത്രമാണ്. അല്ലല്ല, സമാധാനത്തിന്റെ വഴി എന്നാണ് അതിന്റെ മീനിങ്. പക്ഷെ ഇസ്ലാം അങ്ങനെയല്ലല്ലോ ഇപ്പൊ അറിയപ്പെടുന്നത്. അത് പിന്നീട് ഉണ്ടായിരുന്ന വേരിയേഷനാണ്. അപ്പൊ താങ്കൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? 100%. അള്ളാഹു ആരാണ്? ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഉണ്ടല്ലോ. ഇല്ല. അള്ളാഹു ചോദിച്ചാൽ അത് നമുക്ക് വിസിബിളായിട്ടോ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. അത് വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹു എന്നതിനെ കുറിച്ചുള്ള ആ പ്രതിപാദനം നമ്മുടെ പരിധിക്കപ്പുറമുള്ള. അതെ, പരിധിക്കപ്പുറമുള്ള. ദൈവമുണ്ടോ? ദൈവത്തിലുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല. പക്ഷെ അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. അപ്പം താങ്കൾ പറയുന്നതിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ട്. അള്ളാഹു എന്ന് പറയുന്നത് ദൈവമാണ്? അല്ല. അള്ളാഹു ആരാണ്? പിന്നെ താങ്കൾ അള്ളാഹു ആരാണെന്ന് ക്രിയേറ്ററാണ്. യൂണിവേഴ്സിന്റെ ക്രിയേറ്റർ എന്നുള്ള ഈ ലോകത്തിന്റെ യൂണിവേഴ്സിന്റെ ക്രിയേറ്ററാണ്. അതെ, ലോകം എന്ന് പറഞ്ഞാൽ ഭൂമി മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സർവ്വചരാചരങ്ങളുടെ സൃഷ്ടാവ് നമുക്ക് പറയാൻ പറ്റുമോ? സർവ്വചരാചരങ്ങളുടെ സൃഷ്ടാവ് എവിടെയാണ് അത്? അങ്ങനെ ആ ഒരു സങ്കല്പം കുടികൊള്ളുന്നത് എവിടെയാണ്? ആ സങ്കല്പം എന്ന് പറയുമ്പോൾ അത് മെറ്റീരിയൽ സൈഡിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അത് ഇമ്മെറ്റീരിയൽ ആയിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഇൻഫിനിറ്റീവാണ്. അപ്പോൾ ഇൻഫിനിറ്റീവും ഇൻമെറ്റീരിയൽ ആയിരിക്കുന്ന ഒരു സബ്ജക്റ്റിന് താങ്കൾ വിശ്വാസിയല്ല? ആണ്. എന്തിനു വിശ്വസിക്കുന്നു? അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്നു. സർവ്വചരാചരങ്ങളുടെ സൃഷ്ടാവാണ് ദൈവം. അപ്പോൾ ഈ വിശ്വാസത്തിന്റെ ഒരു പ്രശ്നം പറയുമ്പോൾ പരിശുദ്ധ ഖുർആനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഇസ്ലാം മത വിശ്വാസിയാണ് എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുന്നില്ല? പറ്റും. എങ്ങനെ? കാരണം ഖുർആനിലുള്ളത് മതവിശ്വാസി അല്ല എന്ന്. മതം എന്നുള്ള പ്രയോഗമാണ് തെറ്റ്. റിലീജിയൻ അത് ഖുർആനിൽ ഇല്ല. ഖുർആനിൽ ദീൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അത് സമൂഹത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ദീൻ എന്നുള്ള വാക്കിനർത്ഥം അഭിപ്രായം, വഴി എന്നെല്ലാം ഉള്ളത്. ഖുർആൻ ദീൻ എന്നുള്ള അല്ലാതെ റിലീജിയൻ എന്നുള്ളത് പിന്നീട് വന്നൊരു പ്രയോഗമാണ്. അതായത് പിന്നെ ക്രിസ്ത്യൻ നിന്നാണ് റിലീജിയൻ മതം എന്നുള്ള കോൺസെപ്റ്റ് വന്നത്. സെമറ്റിക് മതങ്ങളെല്ലാം തന്നെ പിന്നെ അങ്ങനെയുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് സെമറ്റിക് മതങ്ങൾ പ്രവാചകന്മാരുടെ മതങ്ങളാണ്. പ്രവാചകന്മാരെ ബേസ് ചെയ്തിട്ടാണ് സെമറ്റിക് മതങ്ങളുണ്ടായത്. അപ്പോൾ അവരെല്ലാം തന്നെ ഈ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷവും ഇപ്പോൾ ദൈവം എന്നുള്ള നിലയിലും മതം എന്നുള്ള നിലയിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. യഥാർത്ഥ അക്കോർഡിംഗ് ടു ഖുർആൻ അങ്ങനെ പറയുന്നില്ല. ഇസ്ലാം മതം എന്നൊരു സാധനമില്ല. ഇസ്ലാം മതം എന്നൊരു സാധനം. ഇസ്ലാം മതം എന്ന് ഖുർആനിൽ പറയുന്നില്ല.
ഞാൻ ഖുർആനെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അല്ല, ഖുർആനെ ബേസ് ചെയ്യുമ്പോൾ താങ്കൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ അതില്ലാന്ന് പറയാറ്. താങ്കൾ അത് വിശ്വസിക്കുന്ന ആളല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇസ്ലാം മതം എന്നൊരു സാധനമില്ല. ഇല്ല. അതിനെ നമ്മൾ എങ്ങനെ കാണുന്നു? അത് പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഒരു മനുഷ്യ സമൂഹത്തിന് മുഴുവനും മാർഗദർശിനിയായ ഒരു സന്ദേശം മാത്രമാണ്, മനുഷ്യ സമൂഹത്തിലുള്ള സന്ദേശം. അങ്ങനെയാണ് താങ്കൾ കാണുന്നത്. ഇനി നമുക്കൊന്ന് തിരിച്ചു പോകാം. 11ാം ക്ലാസ് വരെ തയ്യൽ സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എസ് എൻ കോളേജിൽ പഠിച്ചു. 5 നേരം നമസ്കരിക്കാറുണ്ടോ? ഉണ്ട്, ഇന്നുണ്ട്. അത് കൃത്യമായി ചെയ്യും. അതെന്റെ ഫാദറിന് കിട്ടിയ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. പരിശുദ്ധ ഖുർആനിൽ 5 നേരം നമസ്കരിക്കാൻ പറയുന്നുണ്ടോ? ഉണ്ട്. 5 നേരം നമസ്കരിക്കുന്ന ഖുർആനിൽ പറയുന്നുണ്ടോ? ഉണ്ട്. ഞാനത് സംബന്ധിച്ച് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അല്ല, അത് ചെകിടുർമാരി പറയുന്ന പ്രഭാതത്തിലും പ്രദോഷത്തിലും മധ്യാഹ്നത്തിലും അതിനെ ഞാൻ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് പിന്നെ ആത്മാവ് വിശ്വാസം യാഥാർത്ഥ്യം ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ടായിരുന്നു. 5 നേരം നമസ്കാരം അക്കോർഡിംഗ് ടു ഖുർആനിലുണ്ട്. 11ാം ക്ലാസ് കഴിഞ്ഞിട്ട് ആ 11 വരെ പഠിക്കുന്നതിനിടയിൽ ജീവിതത്തിൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു ഇൻസിഡൻസ് ഓർമ്മ വരുന്നുണ്ടോ? കാരണം താങ്കൾ ഒരു വെറൈറ്റിയാണ്, അതുകൊണ്ടാണ്. സാധാരണ ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിലെ ഒരാളോട് സംസാരിക്കുന്ന പോലെയല്ല താങ്കളോട് ഞാൻ സംസാരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് അതിന്റെ ആ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഓർമ്മയിൽ കടന്നു വരുന്നുണ്ടോ ജീവിതത്തിൽ അപ്രതീക്ഷിതം എന്ന് എപ്പോഴും ഒരു ഇൻസിഡന്റ്? ഒരു ഒറ്റപ്പെട്ടൊരു അവസ്ഥ ഉണ്ടായിരുന്നു, ഒരു ലോൺലിനെസ്. കാരണം കടലായി എന്ന് പറയുന്ന സ്ഥലം, അവിടെ സിറ്റിയിലായി ജനിച്ചെങ്കിൽ പോലും എൻ്റെ ഫാദർ കടലായി ആയതുകൊണ്ട് അവിടെയായിരുന്നു പിന്നീട് നമ്മുടെ കുടുംബം മുഴുവൻ താമസിച്ചത്. അപ്പോൾ രാവിലെ കടൽപ്പുറത്തേക്ക് കൂടി നടക്കണം. ഒരു പുഴയുണ്ട്, കാനാമ്പുഴക്കട. ആ പുഴയുടെ കടന്നിട്ടാണ് ഞാൻ സ്കൂളിലും ഹൈസ്കൂളിലൊക്കെ പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് കടലുമായിട്ടുള്ള ഒരു അഭേദ്യമായൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എത്രയോ സമയങ്ങൾ കടൽ നോക്കിയിരിക്കാറുണ്ടായിരുന്നു. ഈ അഹമ്മദീയ വിഭാഗം ആയതുകൊണ്ട് മറ്റുള്ള സമൂഹം അകറ്റി നിർത്തുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. എങ്ങനെയൊക്കെയാണ് ആ ഒറ്റപ്പെടലുകൾ അനുഭവിച്ചത്? എല്ലാ രംഗത്തും അകറ്റി നിർത്തപ്പെട്ടു. അത് താങ്കളും അനുഭവിക്കേണ്ടി വന്നു? ഞാൻ തീർച്ചയായിട്ടും. എന്തൊക്കെ അവഗണനയാണെന്ന് നേരിട്ടത്? ഒന്നാമത് അവർ പള്ളിയിൽ കേട്ടില്ല. പിന്നെ അവരെ മദ്രസകളിൽ പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസം ഉണ്ടായിട്ടില്ല. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ അവർ മറവ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ എവിടെ ആ കാലഘട്ടത്തിൽ മറവ് ചെയ്തിരുന്നത് നിങ്ങൾ? അത് എൻ്റെ ഫാദർ സ്ഥലത്തായിരുന്നു, കടലായിരുന്നു സ്ഥലം. എൻ്റെ ഫാദർക്ക് നല്ല ഭൂമിയുള്ളതുകൊണ്ട് മറവ് ചെയ്യാൻ ഇന്നും അത് കാണുന്നുണ്ട്. കടലായി അവിടെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ അഹമ്മദികൾക്ക് വളരെ പ്രത്യേക ശ്മശാനമുണ്ട്. ഈ അഹമ്മദീയ വിഭാഗം എത്ര പേരുണ്ടായിരുന്നു അന്ന് വന്നപ്പോൾ? വളരെ കുറച്ച് പേര്. ഇന്ന് എത്ര പേരുണ്ട്? ഇന്നും വളരെ പരിമിതമായിട്ടുള്ളൂ. കാരണം അത്രമാത്രം. എത്ര കുടുംബങ്ങൾ ഉണ്ടാവും ഇവിടെ? കണ്ണൂർ ഒരു 200-300ഓളം മെമ്പേഴ്സ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആ കാലഘട്ടം ഇപ്പം മുസ്ലിം പള്ളികളിലൊക്കെ നടക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പോഴും നടക്കുന്നില്ല. ഞാനായാലും കൗസറായാലും അഹമ്മദിന്റെ നിലയിൽ പള്ളി പോകാൻ പറ്റില്ല. ഇ അഹമ്മദ് സാഹിബ് അതായിരുന്നില്ല. ഇ അഹമ്മദ് സാഹിബ് എല്ലാ പള്ളികളിലും കയറും. അല്ല, ഇ അഹമ്മദ് അഹമ്മദിയല്ല. അദ്ദേഹം ആ കുടുംബങ്ങളൊന്നും നമ്മളിതിൽ അഹമ്മദിയായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. എടപ്പകത്ത് കുടുംബം, ഉമ്മ കുടുംബം മുഴുവനില്ല. അതൊരു പോർഷൻ ഭാഗം മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മൾ കൗസറിന്റെ പറയപ്പെടുന്ന വ്യക്തിയായതുകൊണ്ട് കൗസറിന്റെ പേരെടുത്ത് പറയുന്നത്. കൗസർ എടപ്പകത്ത് ഈ അഹമ്മദീയ വിഭാഗത്തിൽ വരില്ല. തീർച്ചയായിട്ടും വരും. അപ്പം എൻ്റെ ഒരു കുടുംബത്തിൽ. പക്ഷെ അവരൊക്കെ സാധാരണ എല്ലാ പള്ളിയിൽ ഇപ്പൊ അങ്ങനെ തടസ്സങ്ങളുണ്ടോ നിസ്കരിക്കാൻ കയറുന്നതിന്? എന്നെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അതെയാ? അഹമ്മദീയ ഇപ്പോൾ ഇവിടെ നല്ല നിലയിൽ എനിക്ക് പ്രവേശനം ഇല്ല. വിവാഹം അതെ നടത്തി തരിക. അത് ഇതിന് തന്നെ മിഷണറി മാർഗമുണ്ട്. എന്താണ് അതിനകത്ത് ഉസ്താദന്മാരുടെ പേര് പറയുക? അതങ്ങനെ ഒരു മിഷണറീസ് അന്ന് അദ്ദേഹം പറയാറുണ്ട്. മിഷണറീസ്. അതായത് ഇപ്പോൾ അതിനുശേഷം പിന്നെ ഇപ്പോഴും മൊയ്ലവിമാരെന്ന് പറയും. പക്ഷെ അവരൊന്നും ആവശ്യമില്ല നിക്കാഹിനൊക്കെ. ഞാൻ എത്രയോ പേർക്ക് നിക്കാഹ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആർമിയൊക്കെ എൻ്റെ മാമന്റെ മകളെ പോലും ഞാൻ നിക്കാഹ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്തും കേരളത്തിൽ പല ഭാഗത്തും. ഒറ്റപ്പെടുത്തലുകൾ പള്ളിയിൽ കയറാൻ പാടില്ല. അല്ല, അതുകൊണ്ട് മതവിദ്യാസം കിട്ടിയില്ല. മതവിദ്യാസം കിട്ടിയില്ല. പിന്നെ പള്ളി പോക്കില്ല. പിന്നെ എങ്ങനെ ഖുർആൻ പഠിച്ചത്? ഖുർആൻ സ്വൽപ്പായിട്ട് പഠിച്ച ബേസിക് ആയിട്ട്. എപ്പോൾ തുടങ്ങിയ പണി? അതെൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷമാണ് ഞാൻ. കാരണം ഇടമുറുക്. അപ്പൊ അതുവരെ 5 നേരം നമസ്കരിക്കുമായിരുന്നു? ഇന്നും ഉണ്ട്, അന്നും ഉണ്ട്. അതെങ്ങനെ കിട്ടിയപ്പോ? ഒരു ഫാദർ പഠിപ്പിച്ചോ? ഇടമുറുകായിട്ട് ബന്ധമുണ്ടായിരുന്നു? അല്ല, ഇടമുറുക് ഒരു വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ഖുർആൻ ഒരു വിമർശന പഠനം. അത് വലിയ ഇന്നത്തെ കാലത്ത് അത് അറിയില്ലെങ്കിൽ പോലും 1990കളിലാണ് അത് പ്രസിദ്ധീകരിച്ചത്. നല്ല വാദപ്രതിവാദങ്ങൾ നടക്കുന്ന കാലം. ഞാനുമായിട്ടാണ് വാദപ്രതിവാദം. ഇപ്പോഴും ഇടമുറുകിന്റെ പുസ്തകം എന്നെ പരാമർശിച്ച പുസ്തകമൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സന്നദ്ധ. അപ്പം ഇടമുറുക് ഒരു പുസ്തകം എഴുതി, ഖുർആൻ ഒരു വിമർശന പഠനം. അത് മുസ്ലിങ്ങൾക്കാർക്ക് അതിനും ശരിക്കും മറുപടി പറയാൻ കഴിഞ്ഞില്ല. പണ്ഡിതന്മാരോടൊക്കെ അന്ന് സി എച്ച് മുഹമ്മദ് കോയ ആയിരുന്നു വിദ്യാഭ്യാസം വന്നത്. അപ്പോൾ സി എച്ച് മുഹമ്മദ് കോയ പറഞ്ഞു ഈ മതവണ്ടി ഇത് നിരോധിക്കണം എന്ന് പറഞ്ഞ് മുസ്ലിം പണ്ഡിതന്മാർ സി എച്ചിൻ്റെ അടുത്ത് പോയി. നിരീശ്വരവാദത്തെ
അല്ല ഇടമറുകിന്റെ ഇടമറുകിന്റെ പുസ്തകം. ബുക്ക് ഈ ഖുർആൻ ഒരു വിമർശന പഠനം ആ. മറ്റൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അത് ബഹിഷ്കരിക്കണം എന്നുള്ള നിലയിലേക്ക് അത് ഇടമുറുക്ക് ഡൽഹിയിലായിരുന്നു. ഇടമറുക് ഡൽഹി ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിച്ചത് ആ കാലഘട്ടത്തിൽ. അപ്പോൾ അന്ന് അത് അവിടെ ഇരുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇടമുറുകി ഭയങ്കരമായി വധഭീഷണി വരെ നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ ഞാൻ എൻ്റെ അടുത്ത് ഇതിന് ഞാൻ യുക്തിവാദികൾക്ക് എതിരായിട്ട് പ്രസംഗിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. യു കലാനാഥൻ, പിന്നെ എന്താ പറഞ്ഞ കോവൂര്, ഇവരൊക്കെ ഞാൻ മത്സരിച്ച രംഗത്തുണ്ടായിരുന്നു. കേരളത്തിൽ ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പോയി ഞാൻ ഇതിന് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഈ യുക്തിവാദത്തിനെതിരായിട്ട്. താങ്കൾ ഈ പ്ലസ് 11ാം ക്ലാസ് വരെയുള്ള പഠനത്തിന് ശേഷം പിന്നെ അടുത്ത ഘട്ടം എങ്ങോട്ടാണ്? അത് പിന്നെ കുറച്ചു കാലം ഞാൻ കോളേജ് എസ് എൻ കോളേജിൽ പഠിച്ചു. കണ്ണൂർ എസ് എൻ കോളേജിൽ ഡിഗ്രി അവിടുന്ന് പൂർത്തിയാക്കിയില്ല. എന്തുകൊണ്ട്? അത് കാരണം അപ്പോഴത്തെ സാഹചര്യങ്ങൾ മാറി. അതാണ് ഗവൺമെന്റ് സർവീസിലേക്കാണ്. ഏതിലാണ് കയറിയത് ഡിപ്പാർട്ട്മെന്റ്? റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ PSC ഇത് ചെയ്തു. അതുകൊണ്ട് നിർത്തി. അങ്ങനെ ടെക്നിക്കലായിട്ട് പഠിച്ചു. അങ്ങനെ ഹെഡ് ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ടാണ് ഞാൻ അവിടുന്ന് റിട്ടയർ ചെയ്യുന്നത്. എവിടുന്ന്? കണ്ണൂർ കളക്ടറേറ്റ്. കണ്ണൂർ 30 വർഷത്തോളം കണ്ണൂർ കളക്ടറേറ്റ് മാത്രം ഞാൻ എൻ്റെ സർവീസ് കൂടുതലുണ്ടായത് കണ്ണൂർ കളക്ടറേറ്റിലായിരുന്നു. ആ സമയത്താണോ ഈ റിസർച്ചും കാര്യങ്ങളും? എപ്പോഴാണ് ഈ സൈക്കോളജി കൗൺസിലിംഗിലേക്ക് എപ്പോഴാണ് കടന്നു വരുന്നത്? അതിൻ്റെ ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷമാണ് ഞാൻ ശരിക്കും വന്നത്. അതിന്റെ പഠനശാഖ എങ്ങനെയായിരുന്നു? താങ്കളുടെ പഠനം എങ്ങനെയായിരുന്നു? പഠനം പറഞ്ഞവർക്ക് എന്നെ പ്രോത്സാഹിപ്പിച്ചത് തലശ്ശേരിയിൽ മേലേക്കണ്ടി കുഞ്ഞാമെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര സ്കോളറാണ്. അദ്ദേഹമാണ് എനിക്ക് ഈ പാരാസൈക്കോളിനെ പറ്റിയുള്ളൊരു അവയർനെസ് തന്നത്. എന്താണ് ഈ പാരാസൈക്കോളജി? സൈക്കോളജിസ്റ്റ് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് ഈ പാരാസൈക്കോളജി? അത് ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രാ സെൻസിറ്റീവ് പെർസെപ്ഷനാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. 6ാം ഇന്ദ്രിയമാണോ? അതെ, എന്നാണ് സാർ നമ്മളത് വാക്കുകളിൽ പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അബ്നോർമലായിട്ടുള്ള ആശയങ്ങളാണ്. നോർമലാണോ? അല്ലല്ല, പാരാനോർമലായിരിക്കുന്ന സബ്ജക്റ്റാണ് ഈ സൈക്കിക്കിനെ പറ്റിയിട്ടുള്ളത്. അത് 1000ഓളം പേജുകളുള്ള പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. എപ്പോഴാണ് ഇതിനകത്ത് ഡോക്ടർ എന്ന പദവിയിലേക്ക് താങ്കൾ എത്തുന്നത്? അത് ഞാനിതിൻ്റെ ഇന്ത്യയിൽ ഈ ധാരാളം പുസ്തകങ്ങൾ ഗേദർ ചെയ്തു. ആ ഡോക്ടറേറ്റാണ്? അല്ല, അത് ഡോക്ടർ മുരളീകൃഷ്ണൻ സാറായിരുന്നു എന്നെ ഗൈഡ് ചെയ്തിരുന്നത്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രഗത്ഭനായിരിക്കുന്ന പാരാസൈക്കോളജി, അദ്ദേഹം പാരാളജി ആയിട്ടില്ല, അദ്ദേഹം ഫോറൻസിക് ലാബ് ഡയറക്റ്റായിട്ട് റിട്ടയർ ചെയ്തതാണ്. അത് അദ്ദേഹമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ എക്സ്ട്രാ സെൻസിറ്റീവ് പെർസെപ്ഷനെ കൂടുതൽ പഠിക്കാൻ ചാൻസ് കിട്ടിയത്. അതിനൊരു കാരണമുണ്ട്. 1995 96 കാലഘട്ടങ്ങളിലാണ് 2 രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ക്രൂരമായ കൊലപാതക പരമ്പരകൾ നടന്നത്. ജയകൃഷ്ണൻ കൊല്ലപ്പെടുന്നതും കുട്ടികളുടെ മുന്നിൽ വെച്ച് അധ്യാപകൻ കൊല്ലപ്പെടുന്നതും മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് വിദ്യാർത്ഥി നേതാവ് കൊല്ലപ്പെടുന്നതും, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ. ആ സമയത്ത് ഞാൻ എൻ്റെ സർവീസിൻ്റെ റിട്ടയർ ചെയ്യാനുള്ള ആ പീരീഡായിരുന്നു. അവിടെ അന്ന് ഒരു മനഃശാസ്ത്ര സൗഹൃദ വേദി എന്ന് പറഞ്ഞ ഒരു സംഘടന നമ്മൾ ഉപയോഗിച്ചു. ഓർമ്മയിലുണ്ട്. ഞാൻ പത്രപ്രവർത്തന രംഗത്തുള്ള സജീവമായ കാലഘട്ടമാണ്. അതെ, ആ സമയത്ത് ഈ പറയുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസ് കൊണ്ട് മടുത്ത സമയം. ഇപ്പം എൻ്റെ അഞ്ചംഗീയ മാഷും അസറഫ് ധാരാളം റിപ്പോർട്ടൊക്കെ അന്ന് കേരളാമിതിയിലും എഴുതിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ അത് വല്ലാതെ എനിക്ക് എന്തെങ്കിലും ചെറിയ ഒരു പ്രശ്നം പോലും ബെയർ ചെയ്യാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഒന്നാമത് കൂത്തുപറമ്പിലുള്ളത് പല സ്ഥലങ്ങളിലുള്ള കൊലപാതകങ്ങൾ, അതിൻ്റെ ദീനരോധനങ്ങൾ, ഇതൊക്കെ അന്ന് ടെലിവിഷനിൽ കൂടി അല്ലല്ലോ, പത്രത്തിലൂടെ ചിത്രങ്ങൾ അത്രയേ ഉള്ളൂ. അത് അത്രയേ ഉള്ളൂ, ദൃശ്യ മാധ്യമങ്ങളില്ലല്ലോ അന്ന്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇത് സംബന്ധിച്ച് നമ്മൾ സംഘടന രൂപീകരിച്ചു, മനഃശാസ്ത്ര സൗഹൃദ വേദി. ആ സൗഹൃദ വേദിൻ്റെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ED ജോസഫ്, ഡോക്ടർ ED ജോസഫായിരുന്നു സെക്രട്ടറി. ഞാൻ അദ്ദേഹമായിട്ട് വളരെ ബന്ധമായിരുന്നു. എൻ്റെ കൗൺസിലിംഗ് രംഗത്ത് അദ്ദേഹം വരാറുണ്ട്, ഞാനുമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോകാറുണ്ട്. അങ്ങനെ നമ്മൾ ആ രംഗത്ത് നല്ല ബന്ധമായിരുന്നു സർവീസിലുള്ള കാലത്ത് തന്നെ. അപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ നമ്മളൊരു തീരുമാനിച്ചത് ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കണം. അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കി, മനഃശാസ്ത്ര സൗഹൃദ വേദി. ചെയർമാൻ ഞാൻ. എന്തായിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ? ഈ പല സ്ഥലങ്ങളിൽ പോയി ക്ലാസ് എടുക്കുക. എന്താണ് നിങ്ങൾ അന്ന് കൊടുത്ത സന്ദേശം? സന്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ലവ് തന്നെ, സ്നേഹത്തിൽ അധിഷ്ഠിതമായൊരു സാധനം. അതെ അല്ലേ? നിങ്ങൾ ഈ സൈക്കിക് റിസർച്ച് സെന്റർ വട്ടന്മാരുടെ റിസർച്ച് സെന്റർ ആണോ? എന്താ അതിൻ്റെ സംവിധാനം? അങ്ങനെയൊക്കെ പറഞ്ഞുകൂടാ. കാരണം എന്ന് പറഞ്ഞാൽ
അല്ല അങ്ങനെ കളിയാക്കിയ ചില സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദ്യം. അല്ല അപ്പോഴുണ്ടല്ലോ, അത് ഇഗ്നറൻസ് കൊണ്ടാണ്, വിവര ടൈം കൊണ്ടാണ്. ഇപ്പൊ അത് പറയുന്നില്ല. ഇപ്പോൾ ഒരു കാലത്ത് പറഞ്ഞിരുന്നു, ഇപ്പോഴും പറയുന്നുണ്ട്, ഇപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ ബ്രദേഴ്സിന് തന്നെ ചില ആൾക്കാർ ചോദിച്ചിരുന്നു ഇത്തരം കാര്യങ്ങളെപ്പറ്റി. അപ്പോൾ ആ ഘട്ടത്തിലാണ് നമുക്ക് ഒരു സെമിനാർ നടത്തണം എന്ന് എൻ്റെ മൈൻഡിൽ ഉദിച്ചത്. അങ്ങനെ ഇ ഡി ജോസഫിനോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഇതിനൊരു സെമിനാർ നടത്തണം, ഇതിനൊരു അവയർനെസ് കൊടുക്കണം. അതിന് പറ്റിയത് രണ്ടുപേരാണ്. ഒന്ന് അലക്സാണ്ടർ ജാക്കബ്, അന്ന് DGP ആയിട്ടില്ല. അദ്ദേഹം ആറാം ഇന്ദ്രിയങ്ങളെ കുറിച്ച് മാത്രം കൂടുതൽ സംസാരിക്കുന്ന ആളുകൾ. ഇപ്പോഴും ഞാനായിട്ട് ബന്ധമുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ ആറാം ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? അല്ല, ബന്ധങ്ങളെ പറ്റി പറയാം. അവിടെ വെച്ചാണ് നമ്മളിത് തുടങ്ങുന്നത്. അവിടെ ഇ ഡി ജോസഫും ഞാനും കൂടി ഒരു പരിപാടി ഉണ്ടാക്കി. അത് നന്നായിട്ട് വിജയിച്ചു. അതിന് ഡോക്ടർ മുരളീകൃഷ്ണയും അലക്സാണ്ടർ ജാക്കബിനെയും നമ്മൾ ക്ഷണിച്ചത്. കാരണം അവർ കഴിഞ്ഞിട്ട് വേറൊരാൾ ഇന്നുമില്ല. അത്രയും വ്യക്തിത്വമുള്ള രണ്ട് വ്യക്തികളെ വെച്ചുകൊണ്ട് KVR ടവറിൽ, അന്ന് വേറെ ഹോളൊന്നും ഇല്ല, നല്ലൊരു ഹോൾ അവിടെ അവിടെയായിരുന്നു. നല്ല ഓഡിയൻസ് കിട്ടി. അത് നന്നായി വിജയിച്ചു. എന്തായിരുന്നു അന്നത്തെ വിഷയം? ഹിംസയുടെ മനഃശാസ്ത്രം. എന്താണ് ഹിംസയുടെ മനഃശാസ്ത്രം? നിങ്ങൾ എന്താണ് പറയുന്നത് ഹിംസയുടെ മനഃശാസ്ത്രം? ഹിംസയുടെ പുതിയ മോഡൽ ഇപ്പോഴത്തെ ഡേറ്റ് ജനറ്റിക്കാണ്. ജനറ്റിക്കാണ് ഇപ്പോഴും. അതിപ്പോൾ അടുത്ത് ആണ് ഈ ജനറ്റിക്കാണെന്ന് കണ്ടെത്തിയത്. ഡോക്ടർ മുരളീകൃഷ്ണമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ്. അപ്പോൾ ജനറ്റിക്കാണ് ശാസ്ത്രത്തിൽ എല്ലാ തരത്തിലും ക്രിമിനൽസിൻ്റെയും ബേസിക്. ഈ മനുഷ്യൻ്റെ മനസ്സ്, മനുഷ്യൻ എന്ന് പറയുന്ന സാധനത്തെ താങ്കൾ ഈ പാരാസൈക്കോളജിയിൽ എങ്ങനെയാണ് നിർവചിക്കുന്നത്? മനസ്സ് എന്നൊന്നുമില്ല. മനസ്സ് ആത്മാവൊന്നുമില്ല, സാധനമില്ല. ഇല്ല. ഇതൊക്കെ നമ്മുടെ വിശ്വാസപരമായ കാര്യം. സ്വർഗം നരകമുണ്ടോ? സ്വർഗം അവർ നമ്മൾ പറയുന്ന രൂപത്തിലില്ല. പിന്നെ ഏത് രൂപത്തിലുള്ളത് അത് നമുക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുന്ന രൂപത്തിലില്ല എന്ന് പറയാം? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ല, ഉണ്ടെന്നും നിങ്ങൾക്ക് പറയാം. നിങ്ങൾ എങ്ങനെ ഉറപ്പിച്ചു പറയാം? നിങ്ങൾ പരിശുദ്ധ ഖുർആൻ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന ഒരാളല്ലേ? പരിശുദ്ധ ഖുർആനിൽ കൃത്യമായിട്ട് സ്വർഗവും നരകവും പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ ഞാൻ തരും. നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങൾക്ക് അതിനകത്ത് ഓരോ അധ്യായത്തിലും പറയുന്നുണ്ട്, നിങ്ങൾ നന്മ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അരുവികൾ ഒഴുകുന്ന പൂങ്കാവനങ്ങൾ, ആരാമങ്ങളും രമ്യാർഷങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിർമ്മിച്ചിട്ടുണ്ട്, ഞാൻ ഒരുക്കിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരാൾ സ്വർഗ്ഗമില്ലാന്ന് പിന്നെ എങ്ങനെ പറയുക? ഈ പറയുന്ന രൂപത്തിലുള്ള സ്വർഗ്ഗവും നരകവും ഇല്ല. പിന്നെ ഖുർആൻ തെറ്റല്ലേ അപ്പൊ പറയുന്നത്? ഖുർആൻ വ്യാഖ്യാനിച്ച തെറ്റാണ്. ഇന്ന് കാണുന്ന ഖുർആൻ വ്യാഖ്യാതകളാണ് എല്ലാ കുഴപ്പമില്ല. ഖുർആൻ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അതിന്റെ ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷനാണ് പറ്റിക്കുന്നത്. അപ്പൊ സ്വർഗ്ഗവും നരകവും ഇല്ല. സ്വർഗ്ഗവും നരകം അങ്ങനെ പറഞ്ഞ് പറ്റിക്കുകയാണോ? താങ്കൾ ഈ പറയുന്നതിൽ കുറെ കോൺട്രവേഴ്സി ഉണ്ട്. ഒന്ന് താങ്കൾ വിശ്വാസിയാണെന്ന് പറയുന്നു, സ്വർഗമില്ല എന്ന് താങ്കൾ പറയുന്നു, നരകമില്ല എന്ന് പറയുന്നു. ഇതൊന്നും ഇല്ലാത്ത ഒരാൾ എങ്ങനെ ഒരു വിശ്വാസിയാവുന്നു? വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ സാധാരണ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. താങ്കൾ എങ്ങനെ പിന്നെ അഞ്ചേരം നമസ്കരിക്കുന്നത്? അത് അള്ളയായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ. എന്തിനു വേണ്ടി? അത് നമ്മുടെ സ്വാഭാവികമായ നിലയിൽ നമ്മൾ ഇരിക്കുന്ന മാനസികമായ അവസ്ഥ, മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അങ്ങനൊന്നും ഇല്ല. ഇപ്പം നമ്മൾ സൂര്യൻ ഉദിക്കുന്ന അസ്തമിക്കുന്നു പറഞ്ഞു, ആക്ച്വലി അങ്ങനൊന്നും ഇല്ലല്ലോ. അതുപോലെ എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, 5 നേരം നമസ്കരിക്കുന്നു, അതേ നിങ്ങൾ പറയുന്നു പരിശുദ്ധ ഖുർആൻ അള്ളാഹു ഇറക്കിയ ഗ്രന്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. ആരാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കിയത്? റിവിലേഷനാണ്. റിവിലേഷൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിക്ക് കിട്ടിയ റിവിലേഷനാണ്. ആ റിവിലേഷൻ അള്ളാഹുവിൽ നിന്ന് തന്നെ വന്നതാണോ എന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആൻ പറയാൻ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? ഉണ്ട്. അപ്പൊ പിന്നെ അള്ളാഹ് പറഞ്ഞ സ്വർഗവും നരകമില്ല നിങ്ങൾ എങ്ങനെ പറയും? ആ രൂപ, അതായത് വ്യാഖ്യാനത്തിൽ കുഴപ്പമെന്നേ പറഞ്ഞുള്ളൂ. സ്വർഗം നരകം എന്ന് പറയുന്നത് നമ്മൾ മെറ്റഫോളിക്, അതായത് നമ്മൾ ആലങ്കാരിക പ്രയോഗമാണ്. ഖുർആൻ ഇഷ്ടംപോലെ ആലങ്കാരിക പ്രയോഗങ്ങളുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് മുസ്ലിം ലോകം മുഴുവനും ഈ ആലങ്കാരിക പ്രയോഗത്തെ നമ്മളത് യാഥാർത്ഥ്യവൽക്കരിച്ചതാണ് കുഴപ്പങ്ങൾ. ആത്മാക്കളില്ല എന്ന് താങ്കൾ പറയുന്നുണ്ട്. ആത്മാക്കളായിട്ട് താങ്കൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്ന് എവിടേക്കോ താങ്കൾ പറയുന്നതായിട്ട് എൻ്റെ ശ്രദ്ധ. ആത്മാവായിട്ടുള്ള ഇതല്ല, അതാ പറഞ്ഞത് പാരാസൈക്കോളജിയാണ് അതിന് ആത്മാവില്ല എന്ന് സ്ഥാപിക്കുന്നത്. ആത്മാവും മനസ്സൊന്നും ഇല്ലാതെ പാരാസൈക്കോളജി കൂടെയാണ്. ഞാനത് ഖുർആൻ സ്റ്റഡി ചെയ്തപ്പോൾ റൂഹ് എന്നുള്ള വാക്കാണ് ആത്മാവിന് ഖുർആനിൽ കാണുന്നത്. റൂഹ് നഫ്സ്. ഇത് ഞാൻ നഫ്സ് ശരീരം അല്ല, അതോ തെറ്റ്. നഫ്സി എന്നല്ലേ പറയുന്നത്? എൻ്റെ ശരീരം നിങ്ങളിപ്പോൾ മുസ്ലിം ആയതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ വരില്ല. ഇതെന്താ പ്രശ്നം എന്നറിയോ? ഒരു മുസ്ലിമിന്, ഈ മുസ്ലിം ആയിക്കൊള്ളുന്നില്ല, പരിശുദ്ധ ഖുർആൻ പഠിച്ച ഏതൊരാൾക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാം. മുസ്ലിം എത്രയോ ഇതര പരിശുദ്ധ ഖുർആൻ വായിച്ചിട്ടുണ്ട്. ഞാൻ ബൈബിളും വായിച്ചിട്ടുണ്ട്, ഭഗവത്ഗീതയും വായിച്ചിട്ടുണ്ട്. തലശ്ശേരി അതിരൂപതയിൽ ദീർഘകാലം താമസിച്ചിട്ടുണ്ട്. എനിക്ക് ക്രൈസ്തവ വിശ്വാസങ്ങളെ കുറിച്ചും അത്യാവശ്യം ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹൈന്ദവ ആചാരങ്ങൾ,
ഞാൻ പറശ്ശിനിക്കടവിൽ അരനൂറ്റാണ്ടായിട്ട് കോലം തെയ്യം കെട്ടുന്ന ബാലകൃഷ്ണ പെരുവണ്ണൻ അദ്ദേഹമായിട്ടുള്ളൊക്കെ സംവദിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു വരാൻ ശ്രമിക്കലുണ്ട്. പക്ഷെ അതൊന്നും പൂർണ്ണതയിലെത്തില്ല. പക്ഷെ താങ്കൾ ഈ പറയുന്നതിലെല്ലാം പ്രശ്നങ്ങളാണ്. താങ്കളപ്പോൾ ഒരു പ്രശ്നക്കാരനാണോ? ആണ്. കുഴപ്പം പിടിച്ച മനുഷ്യനാണ്. തീർച്ചയായും. എന്തുകൊണ്ട് ഇങ്ങനെ കുഴപ്പക്കാരനായി പോയി? സ്വതന്ത്രമായി ചിന്തിക്കുന്നുണ്ട്. സ്വതന്ത്രമായി. പക്ഷെ ഇപ്പോഴും ഒരു പോയിന്റിലെത്താൻ താങ്കൾക്ക് കഴിയുന്നില്ല. താങ്കൾ പറയുന്നത് ഒരു സാധാരണ ഒരു മനുഷ്യന് കേട്ടാൽ മൊത്തം പിരാന്തായി പോകും. ശരിയല്ലേ? ശരിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പുസ്തകം എഴുതിയത്. ആത്മാവ്, വിശ്വാസം, യാഥാർത്ഥ്യം എന്നൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ അക്കോർഡിംഗ് ടു ഖുർആൻ ബേസിട്ടാണ് ഞാൻ എഴുതിയത്. മരണമുണ്ടോ? മരണമില്ല. ഇല്ല. ചേഞ്ച് ഓഫ് ലൈഫ്, അതായത് എൻ്റെ ഡോക്യുമെൻ്ററി ഉണ്ട്, ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്നൊരു ഡോക്യുമെൻ്ററി. അപ്പോൾ ഈ മരണമില്ലെങ്കിൽ നമ്മൾ നിശ്ചലമാകുന്ന അവസ്ഥ എന്താണ്? നിശ്ചലാവുന്നില്ല. നമ്മൾ കോൺഷ്യസും സബ് കോൺഷ്യസും ഉള്ളത്. അത് നമ്മുടെ കോൺഷ്യസ് ലെവലും സബ് കോൺഷ്യസ് ലെവലാണ് ഉള്ളത്. ആ കോൺഷ്യസ് ലെവലിൽ ആണ് നമ്മൾ സംസാരിക്കുന്ന നമ്മൾ കോൺഷ്യസ് ലെവലിലാണ്. കോൺഷ്യസ് ഉള്ളതുകൊണ്ടാണ്. നമ്മൾ ഒരു ഉറക്കത്തിലാണെങ്കിൽ നമുക്ക് കോൺഷ്യസ് ഉണ്ടാവില്ല, ടെമ്പററി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ അറിയാൻ 5 സെൻസ് വർക്ക് ചെയ്യില്ല. അപ്പോൾ 5 സെൻസ് വർക്ക് ചെയ്യാണ് കോൺഷ്യസ്. സബ് കോൺഷ്യസ് ലെവലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മരണം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെ അതിന് ശേഷം ഡിപ്പാർച്ചർ ഫ്രം ബോഡി, അതായത് കോൺഷ്യസ്നെസ് ഇല്ലൊരവസ്ഥ. അത് അപ്പോഴാണ് സബ് കോൺഷ്യസ് ആണ് ഡയമെൻഷനിലേക്ക് ചേഞ്ച് ചെയ്തത്. ഇത് നമ്മൾ 3rd ഡയമെൻഷനാണ്. ഈ 3rd ഡയമെൻഷൻ 4th ഡയമെൻഷനിലേക്ക് പോകുമ്പോഴാണ് നമ്മളിത് ഫസ്റ്റ് ഭ്രൂണാവസ്ഥയല്ല. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളും വേറൊന്നും ഇല്ലാത്ത അവസ്ഥ, ഇങ്ങനെ ഒരു സാധനമേ ഇല്ലാത്ത അവസ്ഥ. 2 ഭ്രൂണാവസ്ഥ അല്ല. രണ്ടാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മറ്റേതിൽ നിങ്ങളും വീതിയുള്ള അവസ്ഥ. മാറ്റർ ആവണമെങ്കിൽ നിങ്ങളും വീതി ഉയരമാണ്. അപ്പോഴേ മാറ്റർ നമ്മൾ പറയുള്ളൂ സയന്റിഫിക്കലായിട്ട്, ഫിസിക്സിന്റെ ബേസിൽ. അല്ല, ഒരു മനുഷ്യന്റെ കാര്യത്തിൽ മനുഷ്യൻ ഒന്നുമല്ലാത്തൊരവസ്ഥ. അതെ. അത് കഴിഞ്ഞ് അവന്റെ ഭ്രൂണാവസ്ഥയിലേക്കാണല്ലോ അവൻ കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആണല്ലോ അവൻ ഭൂമിയിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 4ാമത്തെ അവസ്ഥയാണ് ഈ ഭൂമി വിട്ടുള്ള അടുത്ത അവസ്ഥ. ഈ ഭൂമിയിൽ നമ്മളുണ്ടോ അത് നമ്മൾ ആകാശത്തേക്ക് പോകും. ആകാശം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ഭാവനാത്മകമായ എവിടെയാണ് പിന്നെ നമ്മൾ ഈ 4ാമത്തെ അവസ്ഥയിൽ നമ്മൾ എവിടെയെന്നുള്ളൊരു പ്രയോഗം തന്നെ തെറ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാറ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് എവിടെ എങ്ങനെയെന്നുള്ള ചോദ്യം വരുന്നത്. അത് മാറ്ററില്ലാത്തൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ എവിടെ എങ്ങനെയെന്നുള്ള ചോദ്യം വരുന്നില്ല. ഇപ്പോൾ ഈ മെറ്റീരിയൽ സൈഡിൽ ജീവിക്കുന്നുണ്ട്, ഈ ഭൗതിക ജീവിതത്തിലുള്ളതുകൊണ്ട് നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്. പക്ഷേ ആഫ്റ്റർ ലൈഫിൽ നമുക്കത് പ്രസക്തിയില്ല. കാരണം നമ്മൾ ഉറക്കുന്ന സമയത്ത് നമുക്ക് ധാരാളം ഡ്രീംസ് കാണുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ബോധമില്ല, പക്ഷെ നമ്മൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഉണർന്നാലാണ് നമ്മൾ ഉറങ്ങുന്നുള്ള ഭാവന ഉണ്ടാകുന്നത്. ഉറങ്ങുന്ന സമയത്ത് നമുക്കറിയില്ല ഇത് ഉറക്കമാണെന്ന്. ഇതേ സ്റ്റേജിൽ ഈ ഡയമെൻഷൻ ചേഞ്ച് ആവുക. ഇതിനെ സംബന്ധിച്ചിട്ട് ഞാൻ ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കി, ധാരാളം വ്യൂസ് ഉണ്ടായിരുന്നു. 2 അവാർഡും എനിക്കത് കിട്ടി. അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ മരിച്ചു എന്ന് ഡിക്ലെയർ ചെയ്ത ആളുകളെ വീണ്ടും വന്നപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ വിവരിക്കുന്ന ഡോക്യുമെൻ്ററി ആയിരുന്നു. മരിച്ച് കഴിഞ്ഞവർ വീണ്ടും തിരിച്ചു സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ചെറിയ ഭ്രാന്തായി പോകാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട് സംസാരിച്ച് കഴിയുമ്പോൾ. മരണമില്ല. അദ്ദേഹം വിശ്വാസിയാണ്, പക്ഷേ 5 നേരം നമസ്കരിക്കുകയും ചെയ്യും. പക്ഷേ സ്വർഗവും നരകവും ഇല്ല. പരിശുദ്ധ ഖുർആൻ കോടാനുകോടി മനുഷ്യർ, ഇന്ത്യയെ ലോകത്തുള്ള ഏതാണ്ട് 200 കോടി മനുഷ്യർ ഫോളോ ചെയ്യുന്ന ഒരു സംവിധാനത്തിൻ്റെ ട്രാൻസ്ലേഷനൊക്കെ തെറ്റാണെന്ന് കണ്ണൂരിലിരുന്നു കൊണ്ട് ഡോക്ടർ താഹിർ എടപ്പകത്ത് പറയും. അതങ്ങ് പെട്ടെന്ന് അംഗീകരിച്ചു കൊടുക്കാൻ എന്തായാലും നമ്മുടെ ലോകം തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ഡോക്ടർ താഹിർ, താങ്കൾ ഈ മരിച്ചു കഴിഞ്ഞ് വന്ന ആളുകളോട് സംസാരിച്ചിട്ട് അതെന്താണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? അതായത് പറഞ്ഞാൽ ക്ലിനിക്കൽ ഡെത്ത് സാധാരണ പറയുന്നുണ്ട്. മരിച്ചെന്ന് പറഞ്ഞാൽ സൊമാറ്റിക് ഡെത്ത്, ക്ലിനിക്കൽ ഡെത്ത് എന്ന് 2 കാറ്റഗറി ഉണ്ട്. 1000-ഓളം ആളുകളെ മരിച്ചു എന്ന് ഡിക്ലെയർ ചെയ്ത് രണ്ടാമത് ജനിച്ച ആൾക്കാരെ പറ്റി ഉള്ളൊരു പുസ്തകമുണ്ട്. അവരെന്താണ് പറയുന്നത്? അത് വായിച്ചതും പഠിച്ചതും. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സബ്ജക്റ്റ് ആയിരുന്നത്. എന്താണ് ആഫ്റ്റർ ലൈഫ് സംഭവിക്കുക, എന്താണ് ലൈഫ്, എന്താണ് സംഭവിക്കുന്നത്, ഇതാണ് ഞാൻ എൻ്റെ. കാരണം ഇത് പറഞ്ഞ മാതിരി വട്ടായി പോകും. പക്ഷെ എനിക്ക് വട്ടല്ല ആവുന്നത്, കൂടുതൽ ഞാൻ എനർജറ്റിക് ആവുന്നത്. എനിക്കിപ്പോൾ 82 വയസ്സ് കഴിഞ്ഞു, 82. പക്ഷേ ഞാൻ ഇപ്പോഴും എനർജറ്റിക്കാണ്. അതെല്ലാവരും കൂടെ ക്ലിനിക്കിൽ വരുന്ന ആൾക്കാർ പറയാറുണ്ട്. അതിന് കാരണം എൻ്റെ ആ റിസർച്ചാണ് എന്നെ ഇത്രമാത്രം ഡെവലപ്പ് ചെയ്തത്. കാരണം ഓരോ ദിവസം കഴിയുന്നവരും ഞാൻ കോൺഫിഡൻസ് കൂടി വരികയാണ്. മരിച്ചെന്ന് പറഞ്ഞാൽ അത് ഞാൻ പോയി ഇന്റർവ്യൂ നടത്തിയിരുന്നു. സ്വർഗത്തിൽ പോയോ നരകത്തിൽ പോയോ, സ്വർഗ നരകം എന്നുള്ളതല്ല, അവർ പറയുന്നുണ്ട്. അത് വിശ്വാസപരമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഈ നമ്മുടെ ഈ എല്ലാ പല വിശ്വാസത്തിലും ഈ നമ്മുടെ ശരി എഴുതാനും തെറ്റെഴുതാനും ഒക്കെ ആളുണ്ടെന്ന് പറയാം. കോടാനുകൂടി മാലാകമാർ ഇങ്ങനെ നമ്മളെ ചുറ്റുമുണ്ട്. അതൊക്കെ അവരനുഭവിച്ചോ?
അതെ, അതൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ മോഡേൺ സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ് ശരി ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം മാലാഖമാരുണ്ട്, പിന്നെ മാലാഖമാർ മലക്കുകൾ, ഏഞ്ചൽസ് ഒക്കെ അത് കുറേ അക്കോർഡിംഗ് ടു ഖുർആൻ ഏഞ്ചൽസിൽ വിശ്വസിക്കാണ്ട് ഖുർആനിൽ വിശ്വസിക്കാവുന്നില്ല. നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല? പിന്നെ അത് വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ സ്വർഗ്ഗം നരകവും വിശ്വസിക്കുന്നില്ല. സ്വർഗ്ഗം നമ്മൾ ഈ പറയുന്ന മെറ്റീരിയൽ സൈഡിൽ ഇല്ലാന്നേ ഉള്ളൂ. പിന്നെ ഏത് സൈഡിലുള്ള സ്വർഗ്ഗവും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡയമെൻഷൻ കഴിഞ്ഞാൽ ആ ഡയമെൻഷൻ കഴിഞ്ഞ് ഈ നമ്മൾ കഴിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഭൂമിയിൽ ചെയ്തിരിക്കുന്ന നന്മ തിന്മകളൊക്കെ തന്നെ നമ്മൾ സബ് കോൺഷ്യസ് സ്റ്റോർ ചെയ്യും. അതാണ് ആഫ്റ്റർ ലൈഫിലേക്ക് ഡയമെൻഷൻ ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതായിരിക്കും ആഫ്റ്റർ ലൈഫിലുണ്ടാവുക. നമ്മൾ ചെയ്ത നന്മയും തിന്മയും അവിടെ നമുക്ക് റെക്കോർഡാക്കപ്പെടും, അത് സേവ് ചെയ്യുന്നുണ്ട്. ഓ, അത് തെളിവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം തന്നെ ക്യാമറകൾ, ഏത് ക്യാമറ, അത് നമുക്ക് എത്ര വേണമെങ്കിൽ കിട്ടുമല്ലോ. അത് നമ്മളുണ്ടാക്കിയ ക്യാമറകൾ, ദൈവത്തിൻ്റെ അടുക്കുണ്ട്. ഈ ക്യാമറകൾ മുഴുവൻ റെക്കോർഡ് ചെയ്യുന്നുള്ള ഒരു അവസ്ഥയുണ്ട്. ഇതേപോലെയല്ല, ഇതിനേക്കാൾ എത്ര ഇതായിട്ട് ഈ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ ഡീഡ്സുകളും റെക്കോർഡ് ഖുർആൻ പറഞ്ഞിരിക്കും. എന്നിട്ട് ഈ നാം ചെയ്തിരിക്കുന്ന ഡീഡ്സ് ആണ് എക്സിബിറ്റ് ചെയ്യുക. അത് ഖുർആനിൽ പറയുന്നുണ്ട്, അന്ന് കാണിക്കും. അന്ന് അത് കാണിക്കും എന്നുള്ളത് താങ്കൾ വിശ്വസിക്കുന്നു. അത് കാണിച്ചിട്ട് അതിനൊരു മെറിറ്റും ഡീമെറിറ്റും വേണമല്ലോ. നന്മ ചെയ്ത ഒരാൾക്ക് എന്ത് കിട്ടും, തിന്മ ചെയ്ത ഒരാൾക്ക് എന്ത് കിട്ടും? അത് ഇവിടെ ഇരുന്ന് കൂടി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ മെറ്റീരിയൽ ഭൗതികമായ അവസ്ഥയിൽ പറയാം. ഈ സ്വർഗ്ഗം നരകം എന്നൊക്കെ പറയുന്നത് ഞാൻ പല കോൺഫറൻസൊക്കെ പങ്കെടുത്ത ആളാണ്. എറണാകുളത്തും അവിടെയൊക്കെ പോയി, എറണാകുളത്താണ് കൂടുതൽ ഞാൻ ഇത്തരത്തിലുള്ള സബ്ജക്റ്റ് അവതരിപ്പിച്ചത്. അപ്പോൾ അവിടെയൊക്കെ ഞാനിത് അവതരിപ്പിക്കുന്ന സമയത്ത് ഈ മുസ്ലിം ലോകം മുഴുവനും നമ്മൾ ഇവിടുന്ന് ഇതുപോലെ തന്നെ സ്വർഗവും ആരാമങ്ങളും അതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അലിഗറി അയക്കുന്ന ആലങ്കാരിക പ്രയോഗമാണ്. സൂര്യനെ പക്ഷേ അവിടെ എന്തെങ്കിലും വേണ്ടേ ഉണ്ടാവണം. അത് നമുക്ക് അവിടെ എത്തിയ കഴിപ്പം ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഒരു കുട്ടി ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ എന്തെല്ലാം ആവുന്നുള്ളത് ഗർഭപാത്ര കുട്ടിയോട് പറയാൻ പറ്റുമോ? അറിയില്ല, കുട്ടിക്കറിയില്ല. ഇതുപോലെ നമുക്കറിയാം ഇങ്ങനെ ഒരു കുട്ടി വരുന്നുണ്ട്. അതെ, അത് നമ്മളാണല്ലോ അതിന്റെ ക്രിയേറ്റർ. ഓക്കെ ഉണ്ട്. അവിടെ നിങ്ങൾ എന്ത് ധൈര്യത്തിൽ അത് സ്വർഗവും നരകവും അല്ലാന്ന് പറയുന്നത്? അല്ല, താങ്കൾ തന്നെ പറയുന്നു മാലാഖമാരുണ്ട് ഇതെല്ലാം എഴുതുന്നു പറയുന്നു. അതെ അതെ, താങ്കൾ പറയുന്നു അവിടെ സ്വർഗവും നരകവും. ഈ സ്വർഗം നരകം പറഞ്ഞ ഈ പ്രയോഗത്തിനെ തെറ്റെന്ന് ഞാൻ പറഞ്ഞത്. പ്രയോഗത്തിനെ തെറ്റുള്ളൂ. അതെ ഉണ്ട്. ആ സാധനം എന്താണ് അത് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ അല്ല, നമ്മൾ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഒരു കുട്ടിയോട് ചോദിക്കുകയാണ് ഈ ഭൂമിയിൽ ഇന്നെല്ലാം സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഗർഭസ്ഥത്തിന് 3 മാസം കഴിഞ്ഞ് തന്നെ കുട്ടിക്ക് അവയർനെസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. 6 മാസം കൊണ്ടും കുട്ടീൻ്റെ ആക്ടിവിറ്റീസൊക്കെ അന്ന് കണ്ട് റെക്കോർഡാക്കപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം ആ സമയത്ത് കുട്ടിയോട് പറഞ്ഞു കൊടുക്കാൻ ഈ ഭൂമിയിൽ ഇങ്ങനെ ഒന്നുണ്ട്, അതുകൊണ്ട് ഇന്നെല്ലാം അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഈ ഗർഭത്തിൽ ഇരിക്കുന്ന കുട്ടിക്ക് അത് മനസ്സിലാവില്ല. അതുമാതിരി ഈ ചേഞ്ച് ഓഫ് ഡയമെൻഷൻ ചേഞ്ച് കഴിഞ്ഞാൽ വരുന്ന അവസ്ഥകൾ ആ സമയത്ത് കഴിക്കണം. മാത്രമല്ല ഒരു സംഭവം കൂടി, ഇതിലൊക്കെ നമുക്കൊരു ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസിഡൻ്റാണ് ഡ്രീംസ്. സ്വപ്നത്തിൽ കൂടി നമ്മൾ പല കാര്യങ്ങളും നമ്മൾ വ്യക്തമായി കാണുന്നുണ്ട്. ആ പീരീഡിൽ മാത്രമേ ആ സ്വപ്നമായിട്ട് നമ്മൾ അറിയുന്നില്ല. ഈ മരിച്ചവരുമായിട്ട് തിരിച്ചു വന്നവരായിട്ട് സംസാരിച്ചു, അവർ പങ്കുവച്ച ഏറ്റവും കൗതുകകരവും അത്ഭുതമൂടുന്നതുമായ ഒരു അനുഭവം പറയാൻ പറ്റും? ഒരെണ്ണം പറയും, ഒത്തിരി പറയാൻ സമയമില്ല. ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ആ ക്യാൻസർ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ക്യാൻസർ പേഷ്യൻസിനാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് കൂടുതലുണ്ടാവുക. അപ്പോൾ അവർ ലൈഫിൻ്റെ ആഫ്റ്റർ ലൈഫിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാകുന്ന ഒരു പീരീഡ്, ഏത് മറിച്ചായാലും. അപ്പോൾ ആ മനുഷ്യൻ, അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന ആൾ ഇങ്ങനെ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളായിരുന്നു, കടലായിലായിരുന്നു, ഹംസ എന്നാണ് പേര്. അദ്ദേഹം ഇങ്ങനെ മരിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു, നമ്മൾ അഹമ്മദിയ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. ഞാൻ അവിടെ പോയ സമയത്ത് അദ്ദേഹം ഉണർന്നിരിക്കുന്നു. അപ്പോൾ ഇവർ എല്ലാം മരിച്ച് എല്ലാവരും നിലവിളിയും കുഴപ്പമൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പോൾ അദ്ദേഹം കണ്ണ് കടന്നപ്പോൾ എന്നെ ഒന്ന് നോക്കി ചിരിച്ചു. ഞാൻ പറയും എന്ത് പറ്റി? അതെന്ത് പറ്റാനാ താഹിറേ? എന്നെക്കൂടെ ഏജുള്ള ആളാണ്. എനിക്ക് മുമ്പ് മരിച്ചു വരുന്ന എല്ലാവരെയും ഞാൻ കണ്ടു. എനിക്ക് തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹമില്ലായിരുന്നു. അതുകൂടാണ്ട് മാധവിക്കുട്ടി ഈ ലൈഫിന് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. അവർ ഒരു ബ്ലീഡിങ്ങിൻ്റെ ഇതായിട്ട് മരിച്ചുവെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ആ സമയത്ത് അവർക്ക് മുമ്പ് മരിച്ചവരെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അല്ല, ഈ മരിച്ചവരെ കണ്ടു എന്ന് പറഞ്ഞല്ലോ, അതെ, ഏതവസ്ഥയിലാണ് അവരെ കണ്ടത്? അത് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഒരു പ്രകാശവലയം പോലെ നീങ്ങുന്നതായിട്ട് കണ്ടു. പിന്നീട് കണ്ടത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർ എന്തിനാണ് തിരിച്ചു വന്നാൽ തോന്നുന്നതാണ്. അതുപോലെ തന്നെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, സ്ഥലം പറയുന്നില്ല. ആ ടീച്ചർക്ക് ഇത് അനുഭവം ഉണ്ടായത് ഞാൻ പോയി കണ്ടു. ഞാൻ എൻ്റെ ബ്രദറും കൂടിയിട്ടായിരുന്നു പോയത്. അപ്പോൾ ടീച്ചറും പറഞ്ഞ്
എൻ്റെ മരിച്ചുപോയ ആൾക്കാരെല്ലാം ഞാൻ ഇവിടെ കണ്ടിങ്ങനെ തിരിച്ചു വരാൻ താന്നില്ല. ഇങ്ങനെ ധാരാളം കേസുകൾ. അതുകൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ ഇതൊക്കെ എൻ്റെ ബുക്കിലുണ്ട്, മാത്രമല്ല എൻ്റെ വീഡിയോയിലുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ ആണ് എൻ്റെ നമ്മുടെ സൈക്കിക് റിസർച്ച് സെൻ്റർ ഫോർട്ട് കൊച്ചി ആണല്ലോ. അപ്പോൾ അവിടെ പോയപ്പോൾ ഇവർ കുറച്ച് എൻ്റെ ഫോളോവേഴ്സ് ഉണ്ട്, അത് ജാതി മതമൊന്നുമില്ല. അപ്പം ഫോളോവേഴ്സ് ഡോക്ടർ ഇങ്ങനെ ഒരു സ്ഥലത്തുണ്ട് ഒരാൾ മരിച്ചെന്ന് പറയും. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് പോകും. ചുരുങ്ങിയ ഒരു 2 ലക്ഷം രൂപയോളം ഞാൻ ഇതിനു വേണ്ടി മാത്രം ചിലവഴിച്ചു. ഈ മരിച്ച് ജീവിച്ചവരെ കാണാൻ മാത്രമല്ല ഈ സബ്ജക്റ്റിന് വേണ്ടി ഇത് പഠിക്കാൻ വേണ്ടി എബൌട്ട് 2 lakhs സാമ്പത്തികമായ ഒരു കഴിവൊന്നും എനിക്കില്ലെങ്കിൽ പോലും ഞാനത് ഗേദർ ചെയ്തിട്ട് അതൊന്നും റിട്ടേൺ ആയിട്ട് കിട്ടിയിട്ടില്ല. 2-3 അവാർഡും കുറേ ആളുകളുടെ ഇടയിൽ. കേരളത്തിൽ എന്നെ ഏറ്റവും അറിയുന്നത് എറണാകുളത്താണ്. അവിടെയാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണനായിട്ട് ബന്ധപ്പെടുന്നത്. വി ആർ കൃഷ്ണനായിട്ട് വളരെ കാലത്തോളം ബന്ധം. ഈ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ മരിച്ചവരുമായി സംസാരിച്ച എന്തോ ഒരു ഇൻസിഡന്റ് ഒരിക്കൽ ഷെയർ ചെയ്തിട്ടില്ലേ? അതെ, അത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ കൃഷ്ണയ്യർ അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു റൂമർ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും റൂമർ ഉണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതേ മീഡിയം എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട്. നമ്മൾ വളരെ ഡീപ്പായ ഒരു സബ്ജക്റ്റാണ് ഇത്. മീഡിയംസിലെ കൂടിയാണ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. ഞാൻ ചില മീഡിയംസിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വടകര എന്നൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു, ധാരാളം ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ 4-5 പേരിങ്ങനെ ചുറ്റും ഇരുന്നിട്ട് ഒരു ട്രാൻസിൻ്റെ രൂപത്തിലിരിക്കുക. അപ്പോൾ ഇതിൽ സൈക്കിക് പവേഴ്സ് ഉള്ള ആൾ ബോധം കെട്ട് പോകും. ബോധം കെട്ട് വീണിട്ട് അവരെല്ലാ കാര്യങ്ങളും പറയും. അങ്ങനെ ഒരു 5-10 ലേഡീസ് ഉണ്ടായിരുന്നു. നമ്മൾ 10-12 ഡിസൈപ്പിൾസ് കൂടി ചേർന്നിട്ട് ഒരു നല്ല തുറസായ സ്ഥലത്ത് ഇതുപോലെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ ഒരുത്തൻ അവൻ BSc ഇത് പഠിച്ച ആളായിരുന്നു, പയ്യനായിരുന്നു. എന്തെങ്കിലും കർമ്മങ്ങളുണ്ടോ? ഒരു കർമ്മമില്ല, എല്ലാം റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് ഒരു ലൈറ്റ് മ്യൂസിക് വെക്കും. ലൈറ്റ് മ്യൂസിക് നന്നായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു റിതം കിട്ടാൻ വേണ്ടി ഒരു മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ സൈക്കിക് പവർ ഉള്ളവർ ട്രാൻസിലേക്ക് പോകും. പിന്നീട് നമ്മളെല്ലാവരും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും പേഴ്സണൽ ഇത് ഈ പറയും, ഈ മീഡിയം പറഞ്ഞ അനുഭവം. പക്ഷെ അന്ന് വീഡിയോ പറത്താനുള്ള ഒരു സംവിധാനം ഇല്ല. ഇപ്പം വീഡിയോയിലും വന്നില്ല. ഇപ്പം നടത്തിക്കൂടെ? നടത്താം. അതിന് 10 പേര് ഇരുന്നിട്ട് അങ്ങനെ ചെയ്താലും വലിയ സംഭവമല്ലേ? നമുക്ക് ആലോചിക്കാം. നിങ്ങൾ പറയും ഞങ്ങൾ ക്യാമറ ആയിട്ട് വരാം. ഓക്കെ, ആദ്യം ക്യാമറ കിട്ടുന്നു. താങ്കൾ ഈ 4ാമത്തെ ഘട്ടം പറഞ്ഞല്ലോ, ഈ മനുഷ്യന്റെ ശരീരം ഉപേക്ഷിച്ചു, ആത്മാവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ? ഇല്ല. അവിടെ അതായത് നമ്മുടെ ബോധാവസ്ഥയാണ്. അബോധാവസ്ഥയിൽ നമ്മൾ ഉണ്ടല്ലോ. ഉണ്ട്. അതെന്താണ്? അതിനെന്താണ് പറയാ? ആത്മാവില്ല, അതിനെന്താ പറയാ? അത് സബ് കോൺഷ്യസ് എന്ന് പറയും. മലയാളത്തിൽ പറഞ്ഞാൽ ഉപബോധതലം. ബോധതലം നമ്മൾ ഭൂമിയിൽ ഉപേക്ഷിക്കും. അതെ, ബോധതലം കൊണ്ട് നമ്മൾ ഉപബോധതലം എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് അല്ല, അത് ഡയമെൻഷൻ മാറുന്നുണ്ട്. എങ്ങോട്ടാ അവർ പോവുക? എങ്ങോട്ട്? ഇപ്പം സ്വപ്നത്തിൽ ഇരുന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, സ്വപ്നത്തെ പറ്റി നമ്മൾ ഉണർന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയാൻ പറ്റും? ആ അനുഭവം അനുഭവിച്ചറിയല്ലേ നമ്മൾ ആൾക്കാരായിട്ട് കാണുന്നത് അല്ലേ? എല്ലാവരും ഇതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ കാണിക്കുന്ന കാര്യങ്ങൾ ഒരു മെറ്റീരിയൽ ഞങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ആ വിശ്വാസമേ ഉള്ളൂ. ഈ പ്രേതങ്ങളൊക്കെ ഈ പലപ്പോഴും നമ്മൾ കേൾക്കലുണ്ടല്ലോ, ഈ പള്ളിപ്പറമ്പുകളിലും അതുപോലെ ശവപ്പറമ്പുകളും മോർച്ചറികളും ഈ പള്ളിക്കാടുകളും ഒക്കെ, ആ പ്രേതങ്ങളൊക്കെ അതൊക്കെ ഒത്തിരി സംഭവങ്ങൾ, പല അനുഭവങ്ങളും ആൾ പങ്കുവെക്കാറുണ്ട്. അങ്ങനെ പ്രേതങ്ങളുണ്ട്. പ്രേതങ്ങളിലല്ല, ആ ഒരു അവസ്ഥ ഉണ്ട്. എന്താണ് അനുഭവമുണ്ട്. ഞാനത് കൂടുതൽ എനിക്ക് എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടിയത് ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കേരളത്തിൽ ഏറ്റവും അധികം നമുക്ക് സൈക്കിക്കാരുടെ ഫോർട്ട് കൊച്ചിയാണ്. അത് സാധാരണമാരെന്തോ അങ്ങനെയാണ് പറയാ. തെറ്റായ പ്രയോഗം അത്. സാധാരണ നമ്മൾ കേൾക്കുന്ന പ്രയോഗമാണ്. അത് മാറ്റേണ്ടി വരും. കണ്ണൂർ വിഷൻ ചെയ്തിരിക്കുന്നത് ഒരു നന്മയായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ ഇവിടെയുള്ള സംഗതികളും ജസ്റ്റിസ് വി ആർ കൃഷ്ണനായിരുന്നു അന്ന് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അവിടെയുള്ള ആളുകളെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അപ്പോൾ ഞാൻ പോകുന്നിടത്തൊക്കെ തന്നെ ധാരാളം ഫോളോവേഴ്സ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഞാനത് ഐസൊലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അതിനൊന്നും പോകാറില്ല. ഈ ആഫ്റ്റർ ഇതിന് ശേഷം പിന്നെ നമ്മൾ ഏജായല്ലോ, പഴയതുകൊണ്ട് ഓടിച്ചാടി നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ എത്തിയപ്പോൾ ഇങ്ങനെയുള്ള ഇൻസിഡൻ്റ് ഉണ്ടെങ്കിൽ അവർ വന്ന് വിളിക്കും. അതെ അതെ, വന്ന് വിളിക്കൂ. വെറൈറ്റി സാധനങ്ങൾ കണ്ടിട്ടുള്ളത്? വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈക്കിക് പവറുള്ള സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. കാരണം വ്യത്യസ്തമായ മതവും ജാതിയും ഒക്കെ. ആത്മാക്കൾ തന്നെയാണോ? അല്ല. അപ്പോൾ അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആത്മാക്കളെ, ആത്മാവെന്ന് പറയുന്ന പ്രയോഗം തെറ്റെന്ന് പറയില്ല. ആത്മാവെന്നുള്ള പ്രയോഗം തെറ്റ്, സ്വർഗവും നരകവും തെറ്റ്. ഈ 4ാം ഘട്ടത്തിൽ നമ്മൾ എവിടെ പോകുന്നു എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ പറയാൻ കഴിയുന്നില്ല. അപ്പൊ എല്ലാം തകരാറാണല്ലോ നിങ്ങൾ പറയുന്നത്. തകരാറാവണല്ലോ.
ഞങ്ങളാണോ തകരാറ്, നിങ്ങളാണോ തകരാറ്? എൻ്റെ തകരാറാണെങ്കിൽ ഞാൻ ഇത്രയും കാര്യം ഡെവലപ്പ് ചെയ്യില്ലല്ലോ. എൻ്റെ തകരാറാണെങ്കിൽ ഞാൻ പുസ്തകങ്ങൾ എഴുതിയും അവാർഡ് കിട്ടിയും ഇതൊക്കെ ചെയ്യില്ല. ഇപ്പം സോഷ്യൽ കോണ്ടാക്ട് ഒക്കെ കൂടി വരികയല്ലേ എനിക്ക്. ഇത് പുതിയ AI കാലഘട്ടമാണ്. അതെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടം. അതുകൊണ്ടാണ് ഏറ്റവും പ്രയോഗം കിട്ടിയത്. എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ? അങ്ങനെ ഞാൻ അവിടെ പോയപ്പോൾ ഒരു പെൺകുട്ടി പെട്ടെന്ന് ബോധം കെട്ട് വീണു. ബോധം കെട്ട് വന്നപ്പോൾ എന്നെ സംഘാടകന്മാർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ സാറേ ഇങ്ങനെ ഒരു ഇതുണ്ട്, ആ കുട്ടി ഒരു മുസ്ലിം കുട്ടിയാണ്, അങ്ങനെ ബോധം കെട്ട് വന്ന് അവൾ തമിഴാണ് സംസാരിക്കുന്നത്. മലയാളിയാണ്, പക്ഷെ തമിഴ് സംസാരിക്കുന്നത്. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കാതെ ആൾ വിശ്വസിച്ച് പോകും. നമ്മൾ ഈ വെറുതെ പുറത്തു നിന്നിട്ട് പറയുന്നത് പോലെ അല്ലല്ലോ, അനുഭവങ്ങളാണെന്നല്ലോ വലുത്. അത് ഈ അനുഭവസ്ഥം എന്താണെന്നല്ലോ നമ്മൾ ഇത്ര നിലയിൽ എത്തിയത്. അപ്പോൾ ഈ അനുഭവം ഇങ്ങനെ ഈ വീണ് കിടക്കുന്നത് പറഞ്ഞപ്പോൾ അവരെല്ലാം കൂടി ഈ കുട്ടീനെ കൊണ്ടുവന്നു. കുട്ടിയൊന്നുമില്ല, ഒരു 10-12 വയസ്സുള്ള പാവപ്പെട്ട കുട്ടി. അപ്പോൾ എന്താ മോളെ എന്നൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും, കുട്ടി ബോധം കിട്ടും. അപ്പോൾ സൈക്കിക്കാരെ കണ്ട വഴി മനസ്സിലാവും. ഇപ്പോൾ ലക്ഷണം എന്താ? അത് പല ലക്ഷണമുണ്ട്. എന്നെ കണ്ടാൽ നിങ്ങൾ തോന്നുന്നുണ്ടോ? കുറേ പറയാനുണ്ട്. അത് പറഞ്ഞാൽ പിന്നെ നമ്മൾ പരിപാടി എടുത്തേണ്ടി വരും. സൈക്കിക്കാണോ? അല്ല അല്ല, സൈക്കിക് ആവാൻ വളരെ പ്രയാസമുള്ള ആളാണ്. വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ജീവിതം. അതുകൊണ്ടല്ല, സൈക്കിക് പേഴ്സൺസിന് ഉടനെ ഒറ്റ നോട്ടിൽ കണ്ടെത്താൻ പറ്റും. എന്താണ് ലക്ഷണങ്ങൾ? അതിന്റെ പറയുന്നില്ല. അല്ല, സൈക്കിക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. ഇപ്പോൾ പറ്റില്ല. താങ്കൾ വീക്ഷണത്തിൽ തിരിയുന്ന കാര്യങ്ങളാണ്, പിന്നെ നിരീക്ഷണത്തിൽ തിരിയുന്ന കാര്യങ്ങളൊക്കെ. താങ്കൾ വിവാഹിതനല്ലേ? അതെ. എന്താണ് ഭാര്യയുടെ പേര്? ജീവിത പങ്കാളി എങ്ങനെ കണ്ടെത്തി? അത് മഹമ്മദീയ വിഭാഗത്തിൽ തന്നെയാണ്, മറ്റു വിഭാഗത്തിൽ നിന്ന് കിട്ടൂല. കിട്ടാൻ പള്ളിയിൽ പോലും മറ്റുള്ളത് നല്ല പൈസയും കിട്ടുമായിരുന്നു. ഗവൺമെന്റ് സർവീസിലാണ് ഏറ്റവും അധികം. പിന്നെ നല്ലൊരു ഫാമിലി, ഫാദർ സൈഡിലും മദർ സൈഡിലും റോയൽ ഫാമിലി. അപ്പോൾ ഇതെല്ലാം ഉള്ള രീതി എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ വ്യക്തിത്വത്തിന് ഞാൻ കളവ് ചേർത്തിട്ടില്ല. ഇല്ല, ഞാൻ സർവീസിലേക്ക് കൈക്കൂലി വാങ്ങുക അല്ല, അതിനൊക്കെ. മനുഷ്യന്മാർക്കുള്ള ദുശീലങ്ങൾ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. മദ്യപിക്കോ? അത് കണ്ടിട്ടില്ല. മദ്യം കണ്ടിട്ട് പോലുമില്ല. കണ്ടിട്ടില്ല. ഷോപ്പ് കണ്ടെത്തി. എന്താണ് ജീവിത പങ്കാളി എവിടുന്നാ കണ്ടെത്തിയത്? കടലായി എന്ന സ്ഥലത്ത്. അതെങ്ങനെ കുടുംബം ആലോചിച്ച് കണ്ടെത്തിയതാണോ? എന്റെ ഫാദർ അഹമ്മദീയ വിഭാഗത്തിൽ തന്നെ. എന്താണ് അവരുടെ പേര്? സിത്താര. അവര് ആ കാലഘട്ടത്തിൽ 19 വർഷങ്ങൾക്ക് മുമ്പ് സിത്താറ എന്ന് പറയുന്ന ഒരു മുസ്ലിം പേരുണ്ടാവില്ല. സിനിമാടിയുടെ പേര് അന്നത്തെ കാലത്ത്. അതെ, അന്ന് ഇപ്പോഴും എൻ്റെ വൈഫ് എന്താണെന്ന് ചോദിച്ചാൽ സിത്താറ എന്ന് പറയുമ്പോൾ ആൾക്കാർ വരുന്നത് നിങ്ങൾ മുസ്ലിം തന്നെയാണ്. ഇപ്പോൾ ചോദിക്കുന്ന ആളുണ്ട്. ചില ആൾക്കാർ പറയുന്നത് നിങ്ങൾ മറ്റേ സവർണതയിൽപ്പെട്ട ആളാണ്, ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ആളാണ്, ഫേസ് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. ഇങ്ങനെ പലരും. സിത്താര നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആളാണോ? അതെ. എന്താണ് സിത്താര നിങ്ങളോടുള്ള ഈ നിങ്ങളുടെ നിലപാടുകളുള്ള സിത്താരയുടെ നിലപാട് എന്താണ്? ഒരു നെഗറ്റീവ് ഇല്ല, പോസിറ്റീവ് ഇല്ല. അത് പറഞ്ഞാൽ ഇത് പോയിക്കോട്ടെ എന്നുള്ള ആൾക്കായിരിക്കും അല്ലേ? പോസിറ്റീവ് നെഗറ്റീവ് ഇല്ലെങ്കിൽ ആള് നിശ്ചലമാണ്. അതെ. ഒരു കുഴപ്പം പിടിച്ചൊരു കഥാപാത്രം നടന്നു പോകുന്നുണ്ട്, അത് ആ വഴിക്ക് പോയിക്കോട്ടെ എന്ന് അവർ കരുതുന്നുണ്ടോ? അതെ, അങ്ങനെയാണ്. അതെ. അതുകൊണ്ട് പറഞ്ഞാൽ അനുകൂലിക്കാനുണ്ട്, എതിർക്കാനും ഇല്ല. ഇപ്പൊ 4 മക്കളാണുള്ളത്. മക്കൾ എന്ത് ചെയ്യുന്നു? മക്കൾ മൂത്തമാരൻ അവന് ഗൾഫിലായിരുന്നു. എന്ത് ചെയ്യുന്നു? അവനവിടെ ആർട്ടിസ്റ്റ് ആയിരുന്നു. അവൻ ഈ അസുഖങ്ങളും ഉണ്ടോ? ഈ നിങ്ങൾക്കുള്ള ഈ പ്രശ്നങ്ങൾ നിങ്ങളോട് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്, സാധാരണ ഒരു പ്രേക്ഷകൻ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഒരു നോട്ടം നോക്കും, ശരിയല്ലേ? ഓക്കെ, നോക്കും. മൂത്ത മകൻ ഏത് മേഖലയില? അവൻ നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇപ്പം ഇവിടെ കണ്ണൂർ ഗൾഫ് വന്നിട്ട് ഇപ്പം ഇവിടെ തന്നെ ഒരു ചെറിയ ബിസിനസ് ചെയ്യാം. എന്താ പേര് മൂത്തവന്റെ? സിറാജ്. രണ്ടാമത്തെ ആള് മിറാജ്. എന്ത് ചെയ്യുന്നു? അവൻ മിറാജാണോ മിഹ്റാജാണോ? മിറാജ്. അവൻ എസ്.എം. കോളേജായിരുന്നു. ബികോം കഴിഞ്ഞ് എം.കോം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അവൻ ഗൾഫിലായിരുന്നു, അവിടെ ബാങ്കിലായിരുന്നു. ഇപ്പൊ വന്നിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ആള്? പിന്നെ 2 പെൺകുട്ടികൾ. എന്താ ചെയ്യുന്നവര്? അവരൊക്കെ പേരെന്താണ്? ഒന്ന് റൈസ, ഒന്ന് റജുല. അവരൊക്കെ എന്ത് ചെയ്യുന്നു? അവര് വിവാഹം കഴിഞ്ഞ്? അതെ. റൈസ എന്ന് പറഞ്ഞപ്പോൾ അവിടെ എറണാകുളത്ത് ഉള്ളത്. ഹസ്ബൻഡ് സിവിൽ സപ്ലൈസിലൊരു ഓഫീസറായിരുന്നു. അവളും ഇവിടെ എസ്.എം. കോളേജിൽ നിന്ന് പഠിച്ചത്. മറ്റേ മകള് ഹൗസ് വൈഫായിട്ടിരിക്കുകയാണ്. എൻ്റെ നമ്മുടെ സമയം തീരുകയാണ്. എൻ്റെ ഒരു അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പം താങ്കൾ മരണമില്ല, ഇല്ല. താങ്കളുടെ മുതൽ മരണമില്ല, ആത്മാവില്ല, പ്രേതമുണ്ട്. പ്രേതം എന്ന് പറഞ്ഞാൽ ആ ഡെഫിനിഷനിലെ വ്യത്യാസം. പിന്നെന്താണത്? അതിന്റെ നമ്മൾ മരിച്ചുപോയ ആളുകളെ ചില ഈതർ കണക്ഷൻ എന്ന് പറയുന്നത്. ഈതർ കണക്ഷൻ അല്ല, ഈതർ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ വൈബ്രേഷൻസ് അന്തരീക്ഷത്തിൽ ഉണ്ടാവും. ആ വൈബ്രേഷൻ ചിലപ്പം വീക്ക് ബോഡിയെ ബാധിക്കും. അതിനാണ് നമ്മൾ എന്ന് പറയുന്നത്. ആക്ച്വലി ഉണ്ട്, പക്ഷെ അത് അതായത് അതിന്റെ ഡയമെൻഷൻ മാറുന്നുണ്ട്. നിങ്ങളുടെ ഈ റിസർച്ചിന്റെ എൻഡ് എന്താണ്? നിങ്ങൾ സ്വർഗവും നരകവും കണ്ടുപിടിക്കുമോ? അങ്ങനെ ഇല്ലാന്ന് താങ്കൾ പറയുന്നു. സ്വർഗവും ഇല്ല, നരകവും ഇല്ല, മരണമില്ല, മതമില്ല, അള്ളാഹു എന്നൊരു സംവിധാനവും ഉണ്ട്.
ഇതുണ്ട് ഖുർആൻ. ഖുർആനുണ്ട്, അള്ളാഹുണ്ട്, ഖുർആനുണ്ട്. അതിൽ മാത്രമേ വിശ്വസിക്കുള്ളൂ. പക്ഷെ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല. ഉണ്ട്, അതിലിപ്പോൾ ഇന്റർപ്രിട്ടേഷൻ വിശ്വാസം. ഞാൻ പറഞ്ഞില്ലേ, എടമുറുകി ഇതിനെ വിമർശിച്ച് ഖുർആൻ വിമർശിച്ച് എഴുതിയപ്പോൾ ഞാൻ ഇത് എടമുറുകി വിമർശിച്ച ഇസ്ലാം എന്നിട്ട് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം 90 തോന്നുന്നുണ്ട്. ആ പുസ്തകം എഴുതിയപ്പോഴാണ് പിന്നെ പലരും എന്നോട് അനുകരിക്കാൻ തുടങ്ങിയത്. കാരണം ഇതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞു. ഈ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന 30 വർഷം കൊണ്ട് എത്ര പേര് വന്നിട്ടുണ്ട് നിങ്ങളുടെ അടുക്കെ? ഒരു 5-10,000 ആളുകൾ വന്നിട്ടുണ്ട്. എന്താണ് കുറെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ക്ലാസ്സുകളിലൊക്കെ പ്രധാനമായിട്ട് എന്താ പറഞ്ഞു കൊടുക്കുക? ഒരു 2-3 ടിപ്സ് ഒന്ന് പറയാൻ പറ്റുമോ? ക്ലാസ്സുകളിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് താങ്കളുടെ നിർവചനം എന്താണ്? ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞാൽ ബോധവും ഉപബോധതലം എന്നുള്ളതാണ് മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ളത്. ബോധം, ഉപബോധതലം. ബോധതലത്തിൽ നമ്മൾ ജീവിക്കുന്നു. അതെ. മരണം ഉപബോധതലത്തിലേക്കുള്ള യാത്ര. അതെ. അത് എവിടെ എത്തുമെന്ന് പറയാൻ പറ്റും? അത് നമ്മുടെ ഭൂമിയിൽ നിന്ന് പറയാൻ പറ്റും. ഇൻഫിനിറ്റീവ് ആയിട്ടുള്ള കാര്യം. വേറെ എവിടെ എന്തോ ഒരു സംവിധാനം ഉണ്ട്. എന്താണ് വെളിച്ചം എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് അത്രേ പറയുള്ളൂ. അതുപോലെ ഇതും ശാസ്ത്രീയമായി കണ്ടെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് റിസർച്ച് ഉണ്ടല്ലോ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുക. യൂറോപ്പിൽ JB ജെയ്ൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഉപബോധ മനസ്സിന്റെ തലത്തിന്റെ ജീവിതം എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അല്ലല്ല, അങ്ങനെ ഉണ്ടെന്നുള്ള വിശ്വാസം മാത്രം. അത് മുഴുവൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാ ആക്ടിവിറ്റീസും. അത് ഈ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന കേന്ദ്രം കണ്ടെത്തണ്ടേ? ഇല്ല, അത് റെക്കോർഡ് ചെയ്യുന്ന പറഞ്ഞാൽ സബ് കോൺഷ്യസ് ലെവലായതുകൊണ്ട്, അത് കോൺഷ്യസ് ലെവലാത്തതുകൊണ്ട്, അതുമാത്രം മെറ്റീരിയൽസ് ആയതുകൊണ്ട് ഭൗതികമായ അവസ്ഥയിൽ അതിന് വിവരിക്കാൻ പറ്റില്ല. കണ്ടെത്തുമോ നമ്മൾ? കണ്ടെത്താനുള്ള സമയം. താങ്കളുടെ എയിം എന്താണ് ഇനി? അത് ലവ് പ്രചരിപ്പിക്കുക, സ്നേഹമാണുള്ളത്. ബേസിക്കലി നമ്മുടെ ലവ് ആണ്. അത് ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. മനുഷ്യരെ സൃഷ്ടിച്ചത് ഔട്ട് ഓഫ് ലവ് എന്നാണ്. ഇക്ര ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ സൃഷ്ടിച്ചത് രക്തപിണ്ഡത്തിൽ നിന്നാണ് മുസ്ലിങ്ങൾ വ്യാഖ്യാനിച്ചു. ധാരാളം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ട ഒരു വ്യാഖ്യാനമാണ്. ആ മനുഷ്യന് രക്തപിണ്ഡം എന്ന് പറയാൻ അലക്കിന് രക്തപിണ്ഡം എന്നുള്ള അർത്ഥം കൊടുത്തു. അപ്പോൾ രക്തപിണ്ഡം എന്നുള്ളൊരു അവസ്ഥ നമ്മൾ എംബ്രോയിഡറിയിൽ ഇല്ല. അത് സ്വയമോ അവ കൂടി ചേരുമ്പോൾ സൈക്കോട്ടായിട്ട് മാറുന്നു. അങ്ങനെയാണ് ഒരു കുഞ്ഞ് ജനിക്കാനുള്ള ആദ്യത്തെ സംരംഭകത്വം. സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് ജനനം. സ്നേഹം, അതായത് നീ വായിക്കുക അല്ലെങ്കിൽ നീ പ്രഖ്യാപിക്കുക. അത് നീ ഡിക്ലെയർ ചെയ്യാണ് ഇവർ വായിക്കുക എന്ന് പറയുന്നത്. ഈ ഇന്റർപ്രിട്ടേഷൻ മുഴുവൻ ഈ പരിശുദ്ധ ഖുർആന്റെ നിലവിലെ തർജ്ജിമ എല്ലാം കുഴപ്പമാണ്. എല്ലാം കുഴപ്പമില്ലാത്ത തർജ്ജിമ താങ്കൾ ഉണ്ടാക്കും? ഇല്ല, എനിക്ക് ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞാൻ പുസ്തകം എഴുതി, 1-2 പുസ്തകം എഴുതിയിട്ടുണ്ട്. എത്ര പുസ്തകങ്ങൾ ഇപ്പൊ എഴുതിയിട്ടുണ്ട്? 9 പുസ്തകം എഴുതി. 9 പുസ്തകം. ഏതൊക്കെ മേഖലകളെ കുറിച്ചാണത്? അധികം പാരാസൈക്കോളജിയെ പറ്റിയിട്ടും പിന്നെ ഈ ലൈഫ് ആഫ്റ്റർ ലൈഫ്. താങ്കൾക്ക് കുറെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഏതൊക്കെ മേഖലയിൽ നിന്നാണ്? പാരാസൈക്കോളിനെ ബേസിട്ടാണ് കിട്ടിയത് മുഴുവൻ. മാത്രമല്ല ജസ്റ്റിസ് VR കൃഷ്ണനായിട്ടുള്ള ബന്ധമാണ് എന്നെ ഈ മരിക്കുന്നതിന് മുമ്പ് തന്നെ 2 ആഴ്ച മുമ്പ് ഞാൻ അവിടെ പോയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴേ അലക്സാണ്ടർ മുരളീധർ സാറ് 1912 മരിച്ചു. അത് എൻ്റെ ഏജായിരുന്നു. അദ്ദേഹത്തെ 2012 ധാരാളം നോളജ് കിട്ടിയ ഒരു വലിയ മനുഷ്യനായിരുന്നു. അതേ സമയത്ത് തന്നെയാണ് ജസ്റ്റിസ് VR കൃഷ്ണനായിട്ടുള്ള ബന്ധം. അലക്സാണ്ടർ മുരളീധരൻ സാർ ഇവിടെ വന്നിരുന്നു, എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ലൈബ്രറി കണ്ട് പറഞ്ഞു ഇതുപോലത്തെ കളക്ഷനുള്ള പുസ്തകം ഇന്ത്യയിൽ തന്നെ ഇല്ലയെന്ന് പറഞ്ഞു. അത്രമാത്രം കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് ബേസിലാണ് ഞാൻ കൂടുതൽ അവയർനെസ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇപ്പോഴും അതിന് ഉപോത്ബലകമായിട്ടുണ്ടാവുന്ന കുറേ കോൺസിക്വൻസ് ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി ജീനോം പ്രൊജക്റ്റിനെ പറ്റിയാണ്. ജനറ്റിക്കാണ് ഇപ്പോൾ ഉള്ള സബ്ജക്റ്റ്. യെസ്. അപ്പോൾ നമ്മുടെ സമയം തീരുകയാണ്. പ്രേക്ഷകരെ, ഈ എപ്പിസോഡിൽ ഒരു ചെറിയ പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്. ഒന്ന്, പല ചോദ്യങ്ങൾക്കും വ്യക്തമായ, സാധാരണ സക്സസ് സ്റ്റോറിയിലെ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ ചില മറുപടികൾ നമുക്ക് കിട്ടാറുണ്ട്. എന്നാൽ ഡോക്ടർ താഹിർ എടപ്പകത്തായിട്ടുള്ള ഈ സംഭാഷണത്തിനിടയിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നില്ല. അതൊരു ശരാശരി മനുഷ്യനിൽ നിന്നുകൊണ്ട് ഞാൻ സംവദിക്കുമ്പോൾ, ഞാൻ ജസ്റ്റിസ് VR കൃഷ്ണയെ പോലെ അല്ലെങ്കിൽ സനൽ ഇടമുറുകിനെ പോലെ അറിവിൻ്റെ ഒരു നിറകുടമൊന്നും അല്ലാത്തതുകൊണ്ട് ഒരു പരിമിതമായ എൻ്റെ ചിന്തകളിൽ നിന്നുകൊണ്ടുള്ള സംസാരത്തിലാണ് ഞാൻ ഈ പല ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്തതിൽ ഞാൻ സങ്കടപ്പെടുന്നുണ്ട്. പക്ഷേ പ്രേക്ഷകർക്ക് ഇത് സമർപ്പിക്കുമ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മൾക്ക് വേണ്ടി ഉത്തരങ്ങൾ എവിടെയെങ്കിലുമൊക്കെ റെഡിയാകും. ഉപബോധ മനസ്സും ബോധ മനസ്സും 2 തലങ്ങളിലൂടെ ജീവിതത്തെക്കുറിച്ചാണ് അദ്ദേഹം സംവദിച്ചത്. ഒത്തിരി ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ സമയം വളരെ കുറവാണ്. എന്തായാലും ഇദ്ദേഹത്തിലൂടെ വീണ്ടും നമുക്ക് സഞ്ചരിക്കണം. തൽക്കാലം നിർത്തുന്നു. ഇനി ഒരിക്കലല്ല പലതവണ
താഹിർ എടപ്പകത്തിലേക്ക് എത്തേണ്ടതുണ്ട്, അറിയണം കുറേ കാര്യങ്ങൾ. നിലവിൽ ഈ എപ്പിസോഡ് പ്രേക്ഷകർക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ചിന്തിക്കാം, നമുക്ക് ആലോചിക്കാം, പ്രവർത്തിക്കാം. ഓക്കെ, ഇത്രയേറെ സമയം ഞങ്ങൾക്ക് വേണ്ടി നൽകിയതിന് നന്ദി, നമസ്കാരം.